السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങളായ അൽ അസ്മാഉൽ ഹുസ്ന അവയുടെ വിശദീകരണവും അർത്ഥവും ഉദ്ദേശവുമാണ് ഈ ദർസുകളിൽ നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ പഠിക്കുക എന്നത് ദീനി ഇൽമുകളിൽ, ദീനിന്റെ വിജ്ഞാനങ്ങളിൽ ഏറെ മഹത്തരമായ അറിവാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുന്നതിനായിട്ടാണ് നമ്മെ ഏവരെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാഹു അവൻ എങ്ങനെയുള്ളവനാണ്, അവന്റെ വിശേഷണങ്ങൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഒരാൾക്ക് അവന്റെ സൃഷ്ടിപ്പിന് പിന്നിലുള്ള ലക്ഷ്യമായ ഈ ഇബാദത്ത് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ, അല്ലെങ്കിൽ അതിന് അർഹമായ അർത്ഥത്തിൽ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ട വിഷയങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 99 നാമങ്ങൾ, അവയിൽ ചില നാമങ്ങൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ആ നാമങ്ങൾ പഠിക്കുന്നതിനായി നമ്മൾ മുന്നിൽ വെക്കുന്ന ഒരു കവിതയുണ്ട്. ആ കവിതയിൽ കഴിഞ്ഞ തവണ നമ്മൾ വിശദീകരിച്ചത് അൽ ഹഫീദു, അൽ ഹാഫിദ് എന്നീ രണ്ട് നാമങ്ങളാണ്. അൻതൽ ഹഫീദുൽ ഹാഫിദുൽ അഅ്ലൽ അലി, അൻതൽ മലികു, അൻതൽ മലീകുൽ മാലികുൽ മൗലൽ വലി. അൻതൽ ഹഫീദു അൽ ഹാഫിദു അൽ അഅ്ല അൽ അലി, അൽ അഅ്ല അൽ അലി. ഈ രണ്ട് നാമങ്ങളാണ്. അതിനോടൊപ്പം ഈ രണ്ട് നാമങ്ങളോട് അർത്ഥസാമ്യതയുള്ള മറ്റൊരു നാമം അൽ മുതആലി. ഈ മൂന്ന് നാമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാകളിൽപ്പെട്ട മൂന്ന് നാമങ്ങളാണ് അൽ അലി, അൽ അഅ്ല, അൽ മുതആലി. അൽ അലിയു, അൽ അഅ്ല, അൽ മുതആലി. ഈ മൂന്ന് നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ അസ്മാഉൽ ഹുസ്ന എന്നതിൽ എണ്ണപ്പെട്ട നാമങ്ങളാണ്. അതിൽ ഒന്നാമത്തെ പേര് അൽ അലി എന്ന നാമമാണ്. വിശുദ്ധ ഖുർആനിൽ 8 സ്ഥലങ്ങളിൽ അൽ അലി എന്ന നാമം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു തവണ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്തായ ആയത്തുൽ കുർസിയിലാണ്. ആയത്തുൽ കുർസിയുടെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യു
അൽ അദീം വഹുവ അൽ അലിയ്യു അൽ അദീം. അൽ അലി എന്നത് 8 സ്ഥലങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതിൽ 2 സ്ഥലങ്ങളിൽ അൽ അലിയ്യു അൽ അദീം എന്നാണ്. ബാക്കിയുള്ള സ്ഥലങ്ങൾ 2 സ്ഥലങ്ങളിൽ അൽ അലിയ്യു അൽ ഹക്കീം എന്നാണ്. മറ്റ് സ്ഥലങ്ങളിൽ അൽ അലിയുൽ കബീർ എന്നാണ്. 3 നാമങ്ങളുമായി ചേർത്തുകൊണ്ടാണ് അൽ അലി എന്ന നാമം അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അൽ അലിയുൽ അദീം, അൽ അലിയുൽ കബീർ, അൽ അലിയു അൽ ഹക്കീം. ഈ 3 നാമങ്ങളുമായി ചേർത്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ അൽ അലി എന്ന നാമം അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ രണ്ടാമത്തെ നാമം അൽ അഅല എന്ന നാമമാണ്. വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലങ്ങളിലാണ് അൽ അഅല എന്ന നാമം അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത്. ഒന്ന് നമുക്കെല്ലാം പരിചിതമായ സൂറത്തുൽ അഅലയുടെ തുടക്കത്തിലാണ്. സബ്ബിഹിസ്മ റബ്ബിക അൽ അഅല, സബ്ബിഹിസ്മ റബ്ബിക അൽ അഅല. അൽ അഅല എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമമായിട്ടാണ് ആ ആയത്തിൽ അല്ലാഹു എടുത്തു പറഞ്ഞത്. രണ്ടാമത്തേത് സൂറത്തു അൽ-ലൈലിലാണ്. വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല. ഈ 2 സ്ഥലങ്ങളിലാണ് അൽ അഅല എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം വന്നിട്ടുള്ളത്. മൂന്നാമത്തെ നാമം അൽ മുതആലി എന്ന നാമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്താണ് അൽ മുതആലി എന്ന നാമം അല്ലാഹു എടുത്തു പറഞ്ഞത്. സൂറത്തുർ റഅദിലെ 9ാമത്തെ ആയത്തിലാണത്. അല്ലാഹു പറഞ്ഞു ആലിമുൽ ഗൈബി വശ്ശഹാദതി അൽ കബീറു അൽ മുതആൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ആലിമുൽ ഗൈബി വശ്ശഹാദ അൽ കബീറുൽ മുതആൽ. അപ്പോൾ ഈ 3 നാമങ്ങൾ ഏതാണ്ട് അടുത്തടുത്ത് നിൽക്കുന്ന അർത്ഥങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 നാമങ്ങൾ വിശുദ്ധ ഖുർആനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഹദീസുകളിലാകട്ടെ ഈ പറഞ്ഞ 3 നാമങ്ങൾ പലയിടങ്ങളിലായി വന്നിട്ടുണ്ട്. ചില അദ്കാറുകളിലുണ്ട്, ദുആകളിലുണ്ട്. നമ്മുടെ നിസ്കാരത്തിൽ സുജൂദുകളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സുബ്ഹാന റബ്ബിയൽ അഅല എന്നാണ്. സുബ്ഹാന റബ്ബിയ അൽ അഅല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉലൂവിനെ, അവന്റെ ഔന്നത്യത്തെ അറിയിക്കുന്ന നാമങ്ങളാണ് ഈ 3 നാമങ്ങളും. അൽ അലി, അൽ അഅല, അൽ മുതആൽ. ഈ 3 നാമങ്ങളും അല്ലാഹുവിന്റെ ഔന്നത്യം. അല എന്ന് പറഞ്ഞാൽ ഉന്നതിയിലായി എന്നാണ്, മുകളിലായി എന്നാണ്, ഉയരത്തിലായി എന്നാണ്, ഔന്നത്യത്തിലായി എന്നാണ്. ഈ പറഞ്ഞ അർത്ഥമാണ് ഈ 3 നാമങ്ങളും അറിയിക്കുന്നത്. എന്നാൽ ഈ 3 നാമങ്ങളും 3 വ്യത്യസ്തങ്ങളായ ഔന്നത്യങ്ങളിലേക്കാണ്, 3 വ്യത്യസ്തങ്ങളായ ഉയർച്ചകളിലേക്കാണ് സൂചന നൽകുന്നത് എന്നു മാത്രം. ഒന്നാമത്തെ നാമമായ അൽ അലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അലിയാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സർവർക്കും മുകളിലാണ് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികൾക്കും മുകളിലാണ്. ആകാശങ്ങൾക്കു മുകളിൽ, കുർസിയിനു മുകളിൽ, ആർഷിനു മുകളിൽ, സർവ സൃഷ്ടികൾക്കും മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളത് എന്നതാണ് അൽ അലി എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം. അതാണ് ഒന്നാമത്തെ നാമത്തിന്റെ ചുരുക്ക വിശദീകരണം. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്കത് കൂടുതൽ പറയാം. രണ്ടാമത്തേത് അൽ അഅല എന്ന നാമമാണ്. അൽ അഅല എന്നതിന്റെ വിശദീകരണം പണ്ഡിതന്മാർ പറഞ്ഞു ഹുവല്ലദീ ഇർതഫഅ അൻ ഗൈരിഹി വഫാഖഹു ഫീ വസ്ഫിഹി. എല്ലാ വിശേഷണങ്ങളിലും, എല്ലാ നന്മ നിറഞ്ഞ ഗുണങ്ങളിലും ഏറ്റവും മുകളിൽ നിൽക്കുന്നവൻ എന്നാണ് അൽ അഅല എന്നതിന്റെ അർത്ഥം. എന്താ 2 തമ്മിൽ വ്യത്യാസം?
അൽ അലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവ്വ സൃഷ്ടികൾക്കും മുകളിലുള്ളവൻ എന്നാണ്. അൽ അഅല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവ്വ വിശേഷണങ്ങളിലും ഏറ്റവും മുകളിലുള്ളവൻ എന്നാണ്. ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസം ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. മൂന്നാമത്തേത് അൽ മുതആൽ എന്നതാണ്. അൽ മുതആൽ എന്നതിന്റെ വിശദീകരണത്തിൽ രണ്ട് അർത്ഥങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മുതആലാണ്, അതായത് സർവ സൃഷ്ടികൾക്കും മുകളിൽ അവർക്കുമേൽ അധീശത്വമുള്ള, അവരെ കീഴടക്കിയ, അവർക്കുമേൽ അധികാരമുള്ള, സർവ സൃഷ്ടികളെയും കീഴിലാക്കിയ ഖാഹിറായ റബ്ബാണ്, എല്ലാവരെയും വിജയിച്ചടക്കിയവനാണ്. അതാണ് അൽ മുതആൽ എന്നതിന്റെ അർത്ഥം. അത് ഒരു വിശദീകരണമാണ്. മറ്റൊരു വിശദീകരണം ചില പണ്ഡിതന്മാർ പറഞ്ഞു, അൽ മുതആൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനായ, ആ ന്യൂനതകൾ ചേർത്തി പറയപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ ഔന്നത്യമുള്ളവനാണ് അൽ മുതആൽ. ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഈ മൂന്ന് അർത്ഥങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉലൂ, അവന്റെ ഔന്നത്യത്തിന്റെ മൂന്ന് ഇനങ്ങളാണ്. ഈ മൂന്ന് അർത്ഥങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔന്നത്യത്തിന്റെ മൂന്ന് അർത്ഥങ്ങളാണ്. പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം. ശൈഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിദഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസ്മുല്ലാഹിൽ അലി ദല്ല അലാ ഉലൂവിൽ ദാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാവർക്കും മുകളിലാണ് എന്നാണ് അലി എന്ന നാമം അറിയിക്കുന്നത്. അതായത് ഫല്ലാഹു തആല ഖദ് ഇസ്തവ അലാ അർശിഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിനു മുകളിലാണ്. അവൻ എവിടെയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അല്ലാഹു അലിയാണ് എന്നതാണ്. അതിന് ഉത്തരം പറയാൻ നീ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അൽ അലി എന്ന നാമം അതിനുള്ള ഉത്തരമാണ്. അല്ലാഹു എവിടെയാണ്? ഫഹുവൽ അലി, അവൻ എല്ലാവർക്കും മുകളിലുള്ളവനാണ്, സർവ സൃഷ്ടികൾക്കും മുകളിലുള്ളവനാണ്. എല്ലാ സൃഷ്ടികളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ താഴെയാണ്. ഫഹുവ മുസ്തവിൻ അലാ അർശിഹ്, അവൻ അവന്റെ അർശിനു മുകളിൽ ആരോഹിതനായവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇസ്തിവാ ചെയ്തവനാണ്. അലാ ജമീഇൽ കായിനാത്ത്, ലോകത്ത് സൃഷ്ടികളെന്ന് പറയാവുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അവയുടെ എല്ലാം മുകളിലുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വബായനഹ, അല്ലാഹു ആ സൃഷ്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവനാണ്. സൃഷ്ടികളും അല്ലാഹുവും കൂടിച്ചേർന്നിട്ടില്ല. ഇത് ഉലൂവിന്റെ അർത്ഥങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ പഠിക്കേണ്ട അഖീദയുടെ അടിസ്ഥാന പാഠങ്ങളിലും ഒന്നാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുമ്പോൾ, ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിന് സർവസ്തുതിയുമെന്ന് നമ്മൾ പറയുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, അൽ ആലമു കുല്ലു ഷൈഇൻ സിവല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെയുള്ള എല്ലാം ആലമാണ്, എല്ലാം ലോകമാണ്. അല്ലാഹുവിന് പുറമെയുള്ളതെല്ലാം സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങളാണ്. സൃഷ്ടികളും സൃഷ്ടാവും ഒരിക്കലും കൂടിച്ചേർന്ന നിലയിലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ നിന്ന് ഉന്നതനാണ്. സൃഷ്ടികൾ അല്ലാഹുവിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടികളുമായി ചേർന്നവനല്ല. പിഴച്ചവാദക്കാർ പറയുന്നത് പോലെ, ചില അദ്വൈതവാദികൾ പറയുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടികളിൽ അലിഞ്ഞു ചേർന്നവനല്ല, അതല്ലെങ്കിൽ സൃഷ്ടികളുമായി കൂടിച്ചേർന്നവനല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അർശിനു മുകളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവനാണ്. സൃഷ്ടി വേറെ, സൃഷ്ടാവ് വേറെ. നമ്മുടെ നാട്ടിൽ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് ഇസ്ലാമിന്റെ പേരിൽ ആളുകൾ കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഇത്തിഹാദിന്റെ വിശ്വാസം, അതല്ലെങ്കിൽ ഹുലൂലിന്റെ വിശ്വാസം. അവർ പറയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പാലിൽ മധുരം പഞ്ചസാര അലിഞ്ഞു ചേർന്നതുപോലെ അല്ലാഹു ഇതാ സൃഷ്ടികളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. സർവ്വതിലും അല്ലാഹു ഉണ്ട്, എല്ലാ സൃഷ്ടികളിലും അല്ലാഹു ഉണ്ട്. നമ്മുടെ നാട്ടിലാണ് ഈ പറഞ്ഞ പിഴച്ചവാദം ആദ്യമായി ഉടലെടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. അവർ പറഞ്ഞു തൂണിലും തുരുമ്പിലും അല്ലാഹു ഉണ്ട്, എല്ലായിടത്തും അല്ലാഹു ഉണ്ട്. ഈ പറഞ്ഞ വിശ്വാസം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തനിച്ച നിഷേധമാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ചില വിശദീകരണങ്ങൾ പിന്നീട് നമുക്ക് പറയാം.
അല്ലാഹു അലിയാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സർവ്വ സൃഷ്ടികൾക്കും മുകളിലുള്ളവനാണ്. അല്ലാഹു എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമായി നിനക്ക് പറയാം അല്ലാഹു അലിയാണ്, അവൻ ഫിസ്സമാവാത്ത് ആകാശങ്ങൾക്ക് മുകളിലുള്ളവനാണ്, സർവ്വതിനും മുകളിലുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബിയായ മുആവിയത്ത് ഇബ്നുൽ ഹകം അസ്-സുലമി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരിക്കൽ തന്റെ അടിമയായിരുന്ന ഒരു സ്ത്രീയെ അടിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു സങ്കടം തന്റെ അടിമയെ അടിച്ചതിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ മുആവിയത്ത് ഇബ്നുൽ ഹകം അസ്-സുലമി റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഞാൻ എന്റെ അടിമ സ്ത്രീ അടിച്ചുപോയി, അവളെ മോചിപ്പിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ വിളിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളെ മേയിച്ചിരുന്ന ആ അടിമ സ്ത്രീയോട് ചോദിച്ചു, ഐന അല്ലാഹ്, അല്ലാഹു എവിടെയാണ്? ഐന അല്ലാഹ്, അല്ലാഹു എവിടെയാണ്? അപ്പോൾ ആ സ്ത്രീ അവൾ പറഞ്ഞു, ഫിസ്സമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിയിലാണ്, മുകളിലാണ്, എല്ലാ സൃഷ്ടികൾക്കും മുകളിലാണ്. ചില റിവായത്തുകളിൽ കാണാം ഫഅശാറ ബിയദിഹാ ഇലാ അസ്സമാ, അവൾ തന്റെ കൈകൊണ്ട് ആകാശത്തിലേക്ക് ചൂണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല മുകളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചു, മൻ അന, ഞാൻ ആരാണ് എന്ന് നിനക്കറിയുമോ? ആ സ്ത്രീ പറഞ്ഞു, അൻത റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്. വേറെ ചില റിവായത്തുകളിൽ കാണാം അവൾ തന്റെ കൈവിരൽ ആകാശത്തിലേക്കും പിന്നെ റസൂലുള്ളാഹിയുടെ നേർക്കും ചൂണ്ടി. ഇത് അല്ലാഹു അയച്ചതാണ് താങ്കളെ എന്ന അർത്ഥത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅതിഖഹാ ഫഇന്നഹാ മുഅ്മിന, അഅതിഖഹാ, നീ അവളെ മോചിപ്പിച്ചു കൊള്ളുക, ഫഇന്നഹാ മുഅ്മിന, അവൾ മുഅ്മിനത്തായ സ്ത്രീയാണ്. നോക്കണം നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആടിനെ മേയ്ക്കുന്ന ഒരു സ്ത്രീക്ക് വരെ അറിഞ്ഞിരുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ അടയാളമായി അടിസ്ഥാന വിവരമായി കണ്ടിരുന്ന ഒരു കാര്യം ഇന്ന് വലിയ കോളേജുകളിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർമാരോട് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടുകയില്ല. അവരോട് അല്ലാഹു എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവരിൽ ചിലർ പറയും അല്ലാഹ് എല്ലായിടത്തുണ്ട്. അതല്ലെങ്കിൽ അവർ പറയും അല്ലാഹു നമ്മളൊക്കെ ഹൃദയത്തിലാണ്. എവിടുന്ന് അത് കിട്ടിയത്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ? ചില ആളുകൾ പറഞ്ഞു ചിലപ്പോൾ പറയാം അല്ലാഹു എന്നാൽ സ്നേഹമാണ്. സ്നേഹം അല്ലാഹു പഠിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി മാത്രമാണ്. ഇങ്ങനെ ആളുകൾ തനിച്ച വിവരക്കേടുകൾ ഇസ്ലാമിന്റെ പേരിൽ പറയുന്നത് കാണാം. എന്തിനധികം വിവരമുള്ളവരാണ് എന്ന് ധരിക്കപ്പെടുന്ന, പണ്ഡിതന്മാരാണ് എന്ന് ധരിക്കപ്പെടുന്ന ആളുകൾ അവരിൽ ചിലരോട് പോലും ചോദിച്ചാൽ അല്ലാഹു എവിടെയാണ് എന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ആട്ടിടയെത്തി ആ സ്ത്രീക്ക് അറിഞ്ഞിരുന്ന ഈ അറിവ് അവരുടെ അരികിൽ ഇല്ലാതെ ഇരിക്കുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ഹദീസ് എടുത്തു ഉദ്ധരിച്ചതിന് ശേഷം അബൂ സഈദ് അദ്ദാരിമി റഹിമഹുല്ലാഹ്, ഇമാം ബുഖാരിയുടെ സമകാലികനാണ് അദ്ദേഹം, സുനനുദ് ദാരിമിയുടെ രചയിതാവ്, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരിൽ ഉന്നതനായ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞതായി കാണാം, ففي حديث رسول الله صلى الله عليه وسلم هذا دليل على أن الرجل إذا لم يعلم أن الله تعالى في السماء دون الأرض فليس بمؤمن. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് അത് വ്യക്തമായ തെളിവാണ്. ഏതെങ്കിലും ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങൾക്ക് മുകളിൽ അർശിനു മുകളിലാണ് എന്ന കാര്യം അറിയില്ലെങ്കിൽ, അവൻ ആ കാര്യം മനസ്സിലാക്കിയിട്ടില്ലാത്തവനാണ് എങ്കിൽ ഫലൈസ ബിമുഅ്മിൻ, അവൻ മുഅ്മിനല്ല. വലൗ കാന അബ്ദൻ ഫഉഅതിഖഹ ലം യജുസ് ഫീ റഖബത്തിൻ മുഅ്മിനഹ. ഇസ്ലാമിൽ ചില തെറ്റുകൾ ചെയ്താൽ മുഅ്മിനായ ഒരു അടിമയെ മോചിപ്പിക്കണമെന്നതാണ് കഫാറത്ത്. അദ്ദേഹം പറയാൻ, ആരെങ്കിലും ഒരാൾ കഫാറത്തിന്റെ ഭാഗമായി ഒരു അടിമയെ മോചിപ്പിച്ചു,
ആ അടിമയോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവന് ഉത്തരമറിയില്ല എന്ന് വിചാരിക്കുക അവൻ മുഅ്മിനായ അടിമയെ മോചിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഇത് അറിയുന്നവനെ മുഅ്മിനാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ അടിമ സ്ത്രീയോട് ചോദിച്ച ചോദ്യവും അതിന് അവർ പറഞ്ഞ ഉത്തരവുമാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഈ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമ സ്ത്രീയോട് വരെ ചോദിച്ച ഈ ചോദ്യം സഹാബികളിലെ വലിയ വിവരമുള്ള അബൂബക്കറിനോടോ ഉമറിനോടോ ഉസ്മാനോടോ അലിയോടോ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ അവരോടൊന്നുമല്ല റസൂലുള്ളാഹി ഈ ചോദ്യം ചോദിച്ചത്. ഒരു അടിമ സ്ത്രീയോടാണ്, ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ. അവരോട് ചോദിച്ച ഈ ചോദ്യം ചോദിക്കുന്നത് തന്നെ ബിദ്അത്താണ് എന്നാണ് മുസ്ലിമീങ്ങളിൽ ചിലർ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യം ഇവിടെയുള്ള ചില കക്ഷികൾ, ഇസ്ലാമിന്റെ പേരിൽ നിലനിൽക്കുന്ന പല കക്ഷി തബ്ലീഗ് ജമാഅത്തിനെ പോലുള്ള കക്ഷികൾക്കിടയിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന എന്തോ ഒരു ചോദ്യം അവൻ ചോദിച്ചതുപോലെയാണ് ചിലർ കാണുക. ചോദിക്കാൻ പാടില്ല എന്ന് പറയും. എന്നിട്ട് അതിന് അവന്റേതായ ന്യായങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് എന്ന ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് എന്നതിനുള്ള ഉത്തരമാണ് അൽ അലിയ് എന്ന നാമം. അല്ലാഹു ഏറ്റവും മുകളിലാണ് എന്നാണ് ആ നാമം അറിയിക്കുന്നത്. രണ്ടാമത്തെ നാമം അൽ അഅല എന്ന നാമമാണ്. അതിന്റെ വിശദീകരണം പണ്ഡിതന്മാർ പറഞ്ഞു, വസ്മുഹുൽ അഅല ദല്ല അലാ ഉലൂവിൽ ഖദർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്ഥാനം, അവന്റെ പദവി അത് വളരെ ഉന്നതമാണ്. സർവ്വ സൃഷ്ടികളെക്കാളും ഉന്നതമായ പദവിയുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളെല്ലാം ഏറ്റവും ഉന്നതമായ പദവിയിലാണ് എന്ന് അറിയിക്കുന്ന നാമമാണ് അൽ അഅല. അല്ലാഹു അഅലയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും ഏറ്റവും ഉന്നതമായതാണ്, അറ്റമില്ലാത്തതാണ്, അവസാനമില്ലാത്തതാണ്. ഔന്നത്യത്തിൽ ഒരാൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ വിശാലമായതും ഉന്നതമായതുമാണ് അല്ലാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും. ഏതെങ്കിലും ഒന്ന് മാത്രമല്ല. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വഹുവ ഉലൂവു സിഫാതിഹി വഅദമതുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ ഉന്നതമാണ് എന്നും അത് ഏറ്റവും മഹത്തരമാണ് എന്നുമാണ് ഈ നാമം അറിയിക്കുന്നത്. فإن صفاته عظيمة لا يماثلها ولا يقاربها صفة أحد. അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ അവ വളരെ മഹത്തരമാണ്. ലാ യുമാസിലുഹാ, അതിനു തുല്യമായി ഒരാളുടെയും വിശേഷണം നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. വലാ യുഖാരിബുഹാ അഹദ്. അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ ആ വിശേഷണത്തോട് അടുത്തെത്തുന്ന ഒരാളെയും നിനക്ക് കാണാൻ സാധിക്കുകയില്ല. അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ ധാരാളമുണ്ട്. ആ വിശേഷണങ്ങൾ അവയുടെ വലുപ്പവും മഹത്വവും വിശാലതയും അതും വളരെ വലുതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഫല്ലാഹു തആല ഹുവ ഖദ് തആല അൻ ജമീഇൻ നഖായിസ് والعيوب المنافية لإلهيته وربوبيته. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ യാതൊരു ന്യൂനതകളുമില്ല, ഒരു ചെറിയ കുറവ് പോലും, ഒരു ചെറിയ കുറവ്. അല്ലാഹു ഹയ്യാണ് എന്ന് ഖുർആനിൽ പറഞ്ഞ ഉടനെ, ഖയ്യൂമാണ് എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു അറിയിക്കുകയാണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. നോക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പരിപൂർണമായ ഹയാത്തുള്ളവനാണ്, പരിപൂർണമായ ജീവിതമുള്ളവനാണ്, ജീവനുള്ളവനാണ് എന്ന് അല്ലാഹു അറിയിച്ചതിന് ശേഷം അവൻ പറയാൻ, ആ ജീവിതത്തിന്റെ പൂർണ്ണത വ്യക്തമാക്കി തരുന്നതിനു വേണ്ടി, ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. ഉറക്കത്തിന്റെ ഒരു ആരംഭം, അതിന്റെ ഒരു ശകലം, അതിന്റെ ഒരു ലാഞ്ചന, അതാണ് സിനത്ത്. സിനത്ത് എന്ന് പറഞ്ഞാൽ ഉറക്കത്തിന്റെ തുടക്കം, മുഖജ്ജമുൻ നൗം, തൂങ്ങാന്ന് പറയും.
അതുപോലും അള്ളാഹുവിനെ ബാധിക്കുകയില്ല. വലാനവും, ഉറക്കവും അവനെ ബാധിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഹയാത്തിന്റെ പൂർണ്ണതയാണ്. അല്ലെ, മനുഷ്യർ നമുക്കൊക്കെ ജീവനുണ്ട്, പക്ഷേ നമ്മളെല്ലാം എല്ലാ ദിവസവും കുറച്ചു നേരം ചെറുതായെങ്കിലും മരണം ആസ്വദിക്കുന്നുണ്ട്, കുറച്ചുനേരം ഉറങ്ങുന്നുണ്ട്. ഏത് ജീവനുള്ള വസ്തുവും കുറച്ചു നേരം വിശ്രമിക്കുന്നുണ്ട്, കുറച്ചു നേരം അവർക്ക് ക്ഷീണം ബാധിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഹയ്യാണ്, ഖയ്യൂമാണ്. എന്താ ഈ ഹയ്യും ഖയ്യൂമും തമ്മിൽ ചേർത്തത് കൊണ്ടുള്ള അർത്ഥം? അല്ലാഹു ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് മാത്രമല്ല, അവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും അവയുടെ കാര്യങ്ങൾ നോക്കുന്നതും അവനാണ്. അതുകൊണ്ട് അവന് ക്ഷീണം ബാധിക്കുന്നുണ്ടോ? ഇല്ല. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, അവന് യാതൊരു നിലക്കുള്ള മയക്കമോ ഉറക്കമോ ബാധിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇബാദത്ത് മനുഷ്യർ അല്ലാഹുവിന് മാത്രം ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാൻ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അല്ലാഹു പറയാൻ, മനുഷ്യരെയാകട്ടെ ജിന്നുകളെയാകട്ടെ ഞാൻ അവരെ സൃഷ്ടിച്ചത് എന്നെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. തൊട്ട ശേഷം അല്ലാഹു പറയാൻ, ഞാൻ അവരിൽ നിന്ന് അവരെനിക്ക് ഉപജീവനം നൽകണമെന്ന് ഉദ്ദേശിക്കുന്നില്ല, അവരെനിക്ക് ഭക്ഷണം നൽകണമെന്ന് ഞാൻ അവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം അവർ ചെയ്യേണ്ടതില്ല. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്, മാത്രമല്ല അല്ലാഹുവാണ് അവർക്ക് റിസ്ക് നൽകുന്നവൻ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശേഷണങ്ങളിൽ ഒരു സൂചി വെക്കാനുള്ള ന്യൂനത പോലുമില്ല. ഒരു ചെറിയ ഒരു ഉറുമ്പിന്റെ കാലടിപ്പാടിനോളമുള്ള ന്യൂനത പോലും അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലില്ല. അത് എല്ലാം പരിപൂർണമാണ്. അള്ളാഹിന്റെ കലാമിനെ കുറിച്ച് അള്ളാഹ് എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ സംസാരത്തെ കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത്? വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ല. ഒരാളുടെ സംസാരത്തിൽ രണ്ട് വിശേഷണങ്ങളാണ് ഉണ്ടാകുക. അത് നല്ലതാണെങ്കിൽ ഒന്ന് സംസാരം സത്യമാവുക, രണ്ട് നീതിയുള്ളതാവുക. ഒന്ന് സംസാരം സത്യമുള്ളതാവുക, രണ്ട് നീതിപൂർവം ആയിത്തീരുക. അല്ലാഹു പറയാൻ, വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ, നിന്റെ റബ്ബിന്റെ വാക്കുകൾ അത് സത്യസന്ധതയിൽ തമ്മത് പരിപൂർണമായിരിക്കുന്നു. ഇനി ഇതിനപ്പുറത്തേക്ക് സത്യമില്ല. സത്യത്തിന്റെ ഏറ്റവും പരിപൂർണത ഖുർആനിലാണുള്ളത്. കഴിഞ്ഞോ? വഅദ്ലൻ, അള്ളാഹുവിന്റെ സംസാരം ഏറ്റവും പരിപൂർണമായ നീതിയുള്ളതാണ്. നോക്കൂ, നിങ്ങൾ രണ്ട് വിശേഷണങ്ങൾ ഈ ശരീഅത്തിന്റെ പ്രത്യേകതയാണ്. ഈ ശരീഅത്ത് ഇസ്ലാം പരിപൂർണമായും സത്യമാണ്, പരിപൂർണമായ നീതിയാണ്. പരിപൂർണമായും ഇത് ഹഖാണ്, പരിപൂർണമായും ഇത് നീതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സർവ്വ ന്യൂനതകളിൽ നിന്നും ഔന്നത്യമുള്ളവനാണ്. അവന് യാതൊരു ന്യൂനതയും അവന്റെ കാര്യങ്ങളിലില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, വതആല ഫീ അഹദിയതിഹി അനിശ് ശരീകി വദ്ദഹീരി വൽവലിയി വന്നസീർ. അല്ലാഹുവിന്റെ സുബ്ഹാനഹു വ തആല അവന്റെ പരിപൂർണതയുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അല്ലാഹുവിനൊരു പങ്കുകാരനില്ല, സൃഷ്ടിപ്പിലൊരു പങ്കുകാരനില്ല. ഒരു ചെറിയ ആറ്റം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതല്ലാതെ മറ്റാരെങ്കിലും സൃഷ്ടിച്ചതായില്ല. സർവവും അല്ലാഹു പഠിച്ചതാണ്. ഈ ദുനിയാവിൽ മനുഷ്യർ എന്തെല്ലാം സൃഷ്ടിക്കുന്നുണ്ടോ അതെല്ലാം അല്ലാഹു സൃഷ്ടിച്ചവയിൽ വരുത്തുന്ന മാറ്റങ്ങൾ മാത്രമാണ്. അല്ലാതെ അവൻ എന്താണ് പഠിച്ചിട്ടുള്ളത്? അല്ലാതെ ശൂന്യതയിൽ നിന്ന് അവൻ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? യുക്തിവാദികൾ എന്ന് പറയുന്നവർ ആവർത്തിച്ചു പറയുന്നത് ശൂന്യതയിൽ നിന്ന് ഈ ഭൂമി പൊടുന്നനെ അങ്ങ് ഉണ്ടായി എന്നാണ്. ശരി, ശൂന്യതയിൽ നിന്ന് ഈ പ്രപഞ്ചം ഒന്നാകെ ഉണ്ടായെങ്കിൽ ഈ കാലമത്രയും നിങ്ങൾ ജീവിച്ചതിന് ശേഷം ശൂന്യതയിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? ഒന്നില്ലാതെ വെറുതെ അങ്ങോട്ട് ഭൂമി ഒന്നാകെ ഉണ്ടായി എങ്കിൽ ആ വെറുതെ ഉണ്ടായ ഭൂമിയിൽ ജീവിക്കുന്ന നിങ്ങൾ ഈ കാലത്തിനിടക്ക് ശൂന്യതയിൽ നിന്ന് എന്താണ് പഠിച്ചത്? ഒരാളും ഉദ്ദേശിക്കാതെ ഒരാളും ശ്രമിക്കാതെ ശൂന്യതയിൽ നിൽക്കാണെന്നതൊക്കെ ഉണ്ടായെങ്കിൽ മനുഷ്യൻ ഉദ്ദേശിച്ചാൽ ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റണമല്ലോ.
ആരും ഉദ്ദേശിക്കാതെ ഇത്രയും ഉണ്ടായി എങ്കിൽ മനുഷ്യൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു അവന് പടക്കാൻ സാധിച്ചിട്ടുണ്ടോ? കഴിയുന്നില്ല. എന്തെങ്കിലും ഒരു വസ്തു ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് യാതൊരു നിലക്കും അവന്റെ സൃഷ്ടിപ്പിൽ ഒരു ശരീക്കില്ല, ഒരു പങ്കാളിയില്ല. അവന്റെ അധികാരത്തിൽ അവന് പങ്കാളിയുണ്ടോ? ഒക്കെ ഞാൻ പറയുന്നത് ഉലൂവിന്റെ വിശദീകരണമാണ്. അള്ളാഹുവിന്റെ അധികാരം, അതിലൊരു പങ്കാളി അവനുണ്ടോ? അള്ളാഹുവിന്റെ അധികാരത്തിൽ നിങ്ങൾ നോക്കൂ, വലിയ വലിയ അധികാരത്തിന്റെ ചരിത്രം പറഞ്ഞ രാജാക്കന്മാർ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരിന്നെവിടെ? അവരിന്ന് ഖബറുകൾക്ക് കീഴെയാണ്. വലിയ വലിയ ജനസഞ്ചയങ്ങളെ നയിച്ച നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ നയിച്ചവർ അവരിന്നെവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് പോലും അല്ലാഹു പറയുകയാണ്, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതുൻ. അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ മരിക്കുന്നതാണ്, അവരും മരിക്കുന്നതാണ്. എല്ലാ അധികാരങ്ങളും പറഞ്ഞവർ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, അൽ മുൽക്കുൽ മുത്ലഖ്, നിരുപാധികമായ പരിപൂർണ അധികാരം, അത് ഒരു മനുഷ്യനും ഒരു സൃഷ്ടിക്കും അവകാശപ്പെടാൻ അല്ലാഹു അധികാരം നൽകിയിട്ടില്ല, ഒരൊറ്റ കാര്യത്തിലും. അൽ മുൽക്കുൽ മുത്ലഖ്, പരിപൂർണമായ അധികാരം, നിരുപാധികമായ അധികാരം നമുക്ക് ഒരു കാര്യത്തിലുമില്ല, ഒരു കാര്യത്തിലുമില്ല. നോക്ക്, നിങ്ങൾ ഏത് കാര്യവും നിങ്ങൾ നോക്കിക്കോളും. ഏതൊരു വസ്തുവും നിനക്ക് അധികാരത്തിന്റെ കയ്യിൽ നിന്റെ കയ്യിലുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഇമ്മ ഹുവ യുഫാരിഖുഹു ഔ യുഫാരിഖുഹു മുൽക്കുഹു. ഒന്നല്ലെങ്കിൽ അവന്റെ അധീനത്തിൽ അവൻ കൊണ്ടു നടക്കുന്ന ആ കാര്യം അത് അവനെ വിട്ടുപിരിയും, അത് അവനെ ഒഴിവാക്കി പോകും. ഉദാഹരണത്തിന് ഈ മൊബൈൽ എന്റെതാണ്, ഇത് ചിലപ്പോൾ നാളെ മോഷ്ടിക്കപ്പെടുകയോ, അതല്ലെങ്കിൽ ഞാൻ വേറൊരാൾക്ക് വിൽക്കുകയോ, അതല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് അത് താഴെ വീണ് പൊട്ടുകയും ഉപയോഗശൂന്യമായി തീരുകയും ചെയ്തേക്കാം. പിന്നെ അത് ഞാൻ വലിച്ചെറിഞ്ഞേക്കാം. കാലാകാലം എന്റെ കയ്യിൽ ഇരിക്കുന്നില്ല. അതുമില്ലെങ്കിൽ ഔ ഹുവ യുഫാരിഖു മുൽക്കഹ, അതല്ലെങ്കിൽ അവൻ അവന്റെ അധികാരത്തിലുള്ള കാര്യങ്ങളെയെല്ലാം വിട്ടേച്ച് അവൻ ഇവിടെ നിന്ന് യാത്രയാവും, അവൻ മരിച്ചുപോകും. ഏത് നിങ്ങളുടെ കീഴിലുള്ള അധികാരമാകട്ടെ, ഇപ്പറഞ്ഞ രണ്ടാലൊരവസ്ഥ അതിന് വരാതിരിക്കൂല. എല്ലാ കാലവും നിനക്ക് അധീനപ്പെടുത്താൻ ഒന്നുമില്ല, നിന്റെ ശരീരം പോലുമില്ല. അതുപോലും മരിച്ചു കഴിഞ്ഞാൽ പ്രാണികൾക്കുള്ളതാണ്, ജീവികൾക്കുള്ളതാണ്, അവർക്ക് തിന്നാനുള്ളതാണ്. അതവരുടെ വിസർജനമായി മണ്ണിൽ അലിഞ്ഞു ചേരുന്നതാണ്. ഒരു കാര്യവും മനുഷ്യന്റേത് പരിപൂർണമാണ് എന്ന് പറയാനുള്ള അധികാരമില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അധികാരത്തിൽ ഒരു പങ്കുകാരനും അവനില്ല. അവന്റെ തദ്ബീർ, അള്ളാഹുവിന്റെ നിയന്ത്രണം, അതിൽ അള്ളാഹുവിന് യാതൊരു പങ്കാളിയുമില്ല. അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ നിയന്ത്രണത്തിലാണ് പല കാര്യങ്ങളും നടക്കുന്നതില്ല. ആൾക്കാരെ പലതിനും വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞാൻ ഇവിടുന്ന് പോന്നു കഴിഞ്ഞാൽ അതൊന്നും നടക്കൂല, ഞാനില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശരിയാവൂല, അവനങ്ങ് നാളെ മരിച്ചു പോകും. അക്കാട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. അവൻ പോയത് ഒരാൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടല്ലോ, വേറെ ആൾ വരും, വേറെ ഒരാൾ നോക്കും. ഞാനില്ലെങ്കിൽ എന്റെ വീട്ടുകാർക്ക് ജീവിക്കാൻ പറ്റൂല. 2 ദിവസം ഒരു കരയും, 3-ാമത്തെ ദിവസം ഒരു പതുക്കെ ചിരിച്ചു തുടങ്ങും. നീയില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിന്റെ നിയന്ത്രണത്തിന് കീഴിലെന്ന് പറയാൻ കഴിയുന്ന, പരിപൂർണമായി നിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യവുമില്ല എന്നതിനുള്ള തെളിവുകളിൽപ്പെട്ടതാണ് നമ്മൾ വ്യക്തികളുടെ കാര്യങ്ങൾ നിർത്തുക. ലോക ചരിത്രത്തിൽ വലിയ ഭൂപ്രദേശങ്ങൾ ഭരിച്ച നാടുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്, വലിയ വലിയ സാമ്രാജ്യങ്ങൾ. അവരവരുടെ സാമ്രാജ്യത്തെ നിലനിർത്തുന്നതിനു വേണ്ടി എന്തെല്ലാം തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും എന്തെല്ലാം പട്ടാള ചിട്ടകളും അവരുടെ നാടുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അവർ പ്രതീക്ഷിക്കുക പോലും ചെയ്യാതെ എല്ലാം തകർന്നടിഞ്ഞു. അല്ലെ, നമ്മൾ പഴയ കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് വിളിക്കപ്പെട്ടിരുന്ന സാമ്രാജ്യങ്ങൾ ഇന്നെവിടെ? അവരിന്ന് മറ്റ് രാജ്യങ്ങളുടെ കാൽക്കീഴിലാണ്. വലിയ വലിയ സമ്പത്തിന്റെ കേദാരങ്ങളായിരുന്നു എന്ന് അറിയപ്പെട്ടിരുന്ന പല നാടുകളും ഇന്ന് ദാരിദ്ര്യത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവാണ് ഇതിനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ തദ്ബീർ, അവന്റെ നിയന്ത്രണം, അതിൽ യാതൊരാൾക്കും കൈകടത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ സുന്നത്ത് ഒരാൾ കണ്ടാൽ അയാൾ ഒരിക്കലും
ദുനിയാവിൽ നടക്കുന്ന ഒന്നിലും അവൻ വഞ്ചിതനാവുകയില്ല. ഏതെല്ലാം വലിയ സാമ്രാജ്യങ്ങൾ ഇതാ നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചാരപ്പണി നടത്തിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈ പറഞ്ഞതെല്ലാം തകരും. ചരിത്രം അതിന് എത്രയോ വലിയ സാക്ഷികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിപൂർണത ഈ കാര്യത്തിലൊക്കെ പ്രകടമാണ്. അവന് വഹീറില്ല, സഹായിയില്ല, അവന് വലിയില്ല, അവനെ രക്ഷപ്പെടുത്തുന്ന രക്ഷാധികാരിയായ ഒരാളില്ല, അവനെ സഹായിക്കുന്ന നസീറായ ഒരാളില്ല. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാ നിലക്കും പരിപൂർണനാണ്. وتعالى في صمديته عن الصاحبة والولد وأن يكون له كفوا أحد. അള്ളാഹു പരിപൂർണനാണ്, അവന്റെ സമദിയ, അവൻ പരിപൂർണനായും മറ്റൊരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. അവനൊരു കുഞ്ഞില്ല, അവനൊരു ഇണയില്ല, അവനെപ്പോലെ മറ്റൊരാളും തന്നെയില്ല. എല്ലാ നിലക്കും അവൻ ഏകനാണ്. ഏത് കാര്യവും നിങ്ങൾ എടുത്തു നോക്കും, അതിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ ഏറ്റവും പരിപൂർണമായതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ വിശേഷണങ്ങളിലും അള്ളാഹുവിന്റെ റഹ്മ, കാരുണ്യം, അള്ളാഹുവിനെ പോലെ കാരുണ്യമുള്ള മറ്റാരുണ്ട്? അള്ളാഹുവിന്റെ ഇൽം, അവന്റെ അറിവ്, അള്ളാഹുവിനെ പോലെ അറിവുള്ള മറ്റാരുണ്ട്? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ അറിവ് അത് അവൻ കഴിഞ്ഞുപോയത് അറിഞ്ഞിരിക്കുന്നു, വരാനിരിക്കുന്നത് അറിഞ്ഞിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞിരിക്കുന്നു. സൂക്ഷ്മമായ ജ്ഞാനം അവനുണ്ട്. മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള അറിവ് അവനുണ്ട്. ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് അവനറിയാം. ഒരു കാര്യം ഇങ്ങനെയല്ല സംഭവിച്ചിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് അവനറിയാം. ഉദാഹരണത്തിന് ഞാനിവിടെ വന്നു, ഞാനിവിടെ വന്നാൽ എന്താണ് സംഭവിക്കുക? ഞാനിവിടെ നിന്ന് വന്നിട്ടില്ലായിരുന്നെങ്കിലോ അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇങ്ങനെ സർവ്വതിനെ കുറിച്ചുമുള്ള അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. കഴിഞ്ഞോ? ഇല്ല. ആ അറിവിൽ യാതൊരു നിലക്കുമുള്ള മറവിയില്ല, ആ അറിവിൽ യാതൊരു നിലക്കുമുള്ള കുറവ് വരികയില്ല, ആ അറിവിൽ യാതൊരു നിലക്കുമുള്ള അബദ്ധങ്ങൾ സംഭവിക്കുകയില്ല. ശരിക്കും നിങ്ങളിത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിച്ചാൽ റബ്ബിനോടുള്ള മഹബ്ബത്ത് ഓരോ തവണയും വർദ്ധിക്കും. നോക്കൂ നിങ്ങൾ, നമ്മളിൽ പലരും സൃഷ്ടികളിൽ വരെ ചില കഴിവുകളിൽ മറ്റുള്ളവരെക്കാൾ മേന്മകളുള്ള ഒരാളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിയാതെ അവനോട് ഇഷ്ടമുണ്ടാവും. മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ്. നമ്മളൊരാളെ കണ്ടു, അയാൾ പൊതുവെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ കുറച്ച് ഭംഗിയുള്ളവനാണ്. നമ്മുടെ ഹൃദയം സ്വാഭാവികമായും അയാളുടെ ഭംഗി കാണുമ്പോൾ അയാളോടുള്ള ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ പൊതുവെ ഉടലെടുക്കും. ഒരാൾ പൊതുവെ ഉള്ള ആളുകളെക്കാൾ അറിവുള്ളവനാണ്, അറിവിലൊരാൾ മുൻപന്തിയിലാണ്, അയാളോട് അയാളുടെ അറിവിലെ വർധനവ് കാരണത്താൽ നമുക്കിഷ്ടം തോന്നും. ഒരാൾക്ക് ആളുകൾ ഇതിനേക്കാളും ആളുകളെ സ്നേഹിക്കാറുള്ളത് എന്തിനു? ഒരു അർത്ഥവുമില്ലാത്ത കാര്യങ്ങളിൽ വരെ അതിലൊരു മനുഷ്യൻ ചിലപ്പോൾ കുറച്ചു മുന്നിലാണ് എന്ന് ആളുകൾക്ക് തോന്നിയാൽ ആളുകൾ അതിന്റെ പിന്നാലെ കൂടുകയും അവരോടുള്ള സ്നേഹം കാരണത്താൽ പിന്നെ പല ജാതി കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതും കാണാം. അല്ലെ, ആളുകൾ അവന്റെ ജനങ്ങളുടെ പണം പിന്നെ വഞ്ചിച്ചെടുക്കുന്ന കളിക്കാരും അതുപോലുള്ള ആളുകളും അല്ലെ, അവൻ കൂടുതൽ ഗോൾ അടിച്ചിട്ടുണ്ട്, ഇവൻ കൂടുതൽ റൺസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവന്റെ ഫാനാണ് ഞാൻ എന്ന് പറഞ്ഞ് അയാൾക്ക് വേണ്ടി ഇവൻ ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുന്ന ആൾക്കാരെ കാണാം. ഇതൊന്നും അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. മനുഷ്യന്റെ പ്രകൃതി ഇങ്ങനെയാണ്. ഒരു കാര്യത്തിൽ മേന്മകളുള്ളവൻ അവരോടുള്ള ഇഷ്ടം സ്വാഭാവികമായും അവന്റെ ഹൃദയത്തിൽ ഉടലെടുക്കും. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാ നന്മകളിലും അള്ളാഹു ഏറ്റവും പരിപൂർണനാണ്. ഒരു മനുഷ്യനെ നമ്മൾ കണ്ടു വിചാരിക്കാം, അയാൾ എല്ലാ ദിവസവും അയാളുടെ വീട്ടിന് മുൻപിൽ ദരിദ്രരായ ആളുകൾക്ക് അയാളുടെ സമ്പത്തിൽ നിന്ന് വാരിക്കൊരി കൊടുക്കണം. അയാളെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയാൽ എങ്ങനെയായിരിക്കും നമ്മൾ അയാളോട് പെരുമാറുക? എന്തായിരിക്കും അയാളോടുള്ള നമ്മുടെ സ്നേഹം? എന്തായിരിക്കും അയാളോട് നമ്മുടെ ബഹുമാനം? ജനങ്ങളെ സഹായിക്കുന്ന, ആളുകളെ ശ്രദ്ധിക്കുന്ന മനുഷ്യന്മാരോട് എന്തായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചതു മുതൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ദുനിയാവിലുണ്ടോ അതെല്ലാം അള്ളാഹു ഇറക്കിയതാണ്. എന്തായിരിക്കണം നമ്മൾ അള്ളാഹുവിനോടുള്ള നമ്മുടെ സ്നേഹം? ഈ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് ശരിക്ക് വന്നു കഴിഞ്ഞാൽ റബ്ബിനോടുള്ള സ്നേഹം ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ്. ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഉന്നതമായ സ്നേഹമായി അത് മാറും. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്
അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ സിഫാത്തുകൾ വിശദീകരിച്ചതിന് ശേഷം പറഞ്ഞത് ഫയാലൽ ഖുലൂബി മിൻ ഫറഹിൻ, ഹൃദയത്തിനുണ്ടാകുന്ന ആനന്ദം എത്ര വലുതാണ്, ഹൃദയത്തിനുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവിനാൽ ഹൃദയം നിറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ നിന്ന് ചിറകടിച്ച് ഉന്നതങ്ങളിലേക്ക് പറന്നുപോകും എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അള്ളാഹ് ഒരാൾ മനസ്സിലാക്കിയാൽ, കാരണം ദുനിയാവിൽ സൃഷ്ടികളുടെ അടുക്കൽ ഇതിന്റെ 100-1 പോലും പറയാൻ പറ്റില്ല, കോടിക്കണക്കിന് അംശങ്ങളിൽ ഒന്ന് നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ, അതുപോലും അതിൽ താഴെയുള്ളത് കാണുമ്പോൾ നമുക്ക് അവരോടുള്ള സ്നേഹം നിറയണം, അവരെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏതെങ്കിലും ഒരു നന്മയിലല്ല, സർവ്വ നന്മകളിലും അവൻ മുൻപന്തിയിലാണ്. ജനങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, മനുഷ്യർ, അധികാരികൾ, ലോകത്തുള്ള അധികാരം കൈയാളുന്ന രാജാക്കന്മാരായിട്ടുള്ളവർ, നേതാക്കന്മാരായിട്ടുള്ളവർ, അവരെ കാണുമ്പോൾ മനുഷ്യർ പെരുമാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എങ്ങനെയാണ് ആളുകൾ പെരുമാറാറുള്ളത്? ഒരു മന്ത്രി നമ്മുടെ നാട്ടിലെ എംപിനെ കണ്ടാൽ തന്നെ എന്തായിരിക്കും അവന്റെ സംസാരത്തിന്റെ രീതി? ഒരു ചെറിയ നാട്ടിലെ ഒരു ചെറിയ കുറച്ചു കാലത്തേക്ക് അടുത്ത വർഷം അവൻ അവിടെ ആ അധികാരത്തിൽ ഉണ്ടായിരിക്കുമോ എന്ന് പോലും ഒരു ഉറപ്പില്ല. എന്നാൽ പോലും അവനെ കാണുമ്പോൾ ചില ആളുകൾ ആത്മാർത്ഥമായിട്ടായിരിക്കും, ചില ആളുകൾ അല്ലാതെയായിരിക്കാം, പക്ഷേ മനുഷ്യർ അധികാരത്തിൽ ആഗ്രഹിക്കുന്നവർ, അതിനെക്കുറിച്ച് അത്ഭുതം കൂറുന്നവർ അവനോട് താല്പര്യം കാണിക്കും, അവനോട് ബഹുമാനത്തിൽ സംസാരിക്കും. അല്ലാഹു മാലിക്കുൽ മുൽക്കാണ്, മാലിക്കുൽ മുൽക്ക്, സർവ്വ അധികാരങ്ങളുടെയും ഉടമസ്ഥനാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സർവ്വ വിശേഷണങ്ങളിലും ഏറ്റവും പരിപൂർണതകളുള്ളവനാണ് എന്നതാണ് അൽ അഅല എന്നതിന്റെ അർത്ഥം. അതാണ് അൽ അഅല എന്നതിന്റെ വിശദീകരണമായി നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ നാമം അൽ മുതആലി എന്ന നാമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മുതആലാൻ, ആലിമുൽ ഗൈബി വശഹാദത്തിൽ കബീർ അൽ മുതആൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുതആലാൻ. എന്താണ് മുതആൽ എന്നതിന്റെ അർത്ഥം? പണ്ഡിതന്മാർ പറഞ്ഞു, വസ്മുഹുൽ മുതആൽ ദാലുൻ അലാ ഉലൂവിൽ ഖഹർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ സൃഷ്ടികളെയും അവൻ അധീനപ്പെടുത്തിയിരിക്കുന്നു. സർവ്വ സൃഷ്ടികളും അവന്റെ അധീശത്വത്തിന് കീഴിലാണ്. സർവ്വ സൃഷ്ടികളും അവരുടെ മൂർധാവ് അള്ളാഹുവിന്റെ കയ്യിലാണ്. അവരെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. അവന്റെ ഉദ്ദേശത്തിന് പുറത്തേക്ക് ഒരു നിമിഷ നേരത്തേക്ക്, ഒരു ഇഞ്ചു ഭാഗത്തേക്ക് അനങ്ങുവാൻ പോലും സർവ്വ സൃഷ്ടികളിൽ ഒരാൾക്കു പോലും സാധിക്കുകയില്ല. എല്ലാവർക്കും, മനുഷ്യരെല്ലാവരും ഉദ്ദേശിച്ചാലും അള്ളാഹുവിന്റെ ഖഹർ എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാത്തിനെയും അധീനപ്പെടുത്തി വിജയിച്ചടക്കുക എന്നാണ് ശരിക്കും അർത്ഥം. അള്ളാഹു എല്ലാത്തിനെയും വിജയിച്ചടക്കിയിരിക്കുന്നു. സർവ്വതും അവന്റെ കാൽ കീഴിലാണ്, സർവ്വതും അവന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ അദ്ദേഹം പറഞ്ഞു, ഹൈസു ഖഹറ കുല്ല ഷൈഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ വസ്തുക്കളെയും അവൻ വിജയിച്ചടക്കിയിരിക്കുന്നു. വജാനത് ലഹുൽ കായിനാത്ത്, സർവ്വ സൃഷ്ടികളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു. ഫജമീഉൽ ഖൽഖി നവാസീഹിം ബിയദിഹി, സർവ്വ സൃഷ്ടികളുടെയും മൂർധാവുകൾ അല്ലാഹുവിന്റെ കയ്യിലാണ്. ഫലാ യതഹറകു മിൻഹും മുതഹർരിക് വലാ യസ്കുനു സാകിനുൻ ഇല്ലാ ബിഇസ്നിഹി, അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ അവരുടെ കൂട്ടത്തിൽ ജീവനുള്ളതോ അല്ലാത്തതോ ആയ ഏതൊരു കാര്യമാകട്ടെ അവയൊന്നും ഒന്ന് ചലിക്കുകയോ ഒന്ന് നിശ്ചലമായി നിൽക്കുകയോ ചെയ്യുകയില്ല. നന്നായി ചിന്തിക്കരുത്. ആകാശഭൂമികളിൽ മുഴുവൻ ഒരു ചെറിയ മണൽത്തരി പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തിന് വിരുദ്ധമായി അനങ്ങുകയില്ല. സർവ്വ സൃഷ്ടികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അധീനപ്പെടുത്തിയിരിക്കുന്നു. അവയെല്ലാം അവന്റെ അധീശത്വത്തിലാണ്. വമാ ശാഅ കാൻ വമാ ലം യശഅ ലം യകുൻ, അല്ലാഹു ഉദ്ദേശിച്ചത് മാത്രമാണ് നടക്കുക, അവൻ ഉദ്ദേശിക്കാത്തതൊന്നും ദുനിയാവിൽ സംഭവിക്കുകയില്ല. അപ്പൊ ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അൽ മുതആൽ എന്ന നാമത്തിന്റെ വിശദീകരണമായി പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ പറഞ്ഞ ഉലു, ഈ പറഞ്ഞ ഔന്നത്യം, ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. അല്ലാഹു എല്ലാവർക്കും മുകളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ എല്ലാ അർത്ഥത്തിലും എല്ലാത്തിനും മുകളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വരെയും വിജയിച്ചടക്കിയിരിക്കുന്നു. 3 അറബി വാക്കുകളിൽ നിങ്ങൾക്കത് പഠിക്കാം. ഉലുവു ദാത്ത്, ഉലുവു അൽ ഖഹർ,
ഉലുവു അസ്സിഫാത്ത്, 3 ഉലുവുകളാണിത്, 3 ഔന്നത്യങ്ങളാണ്. ഒന്ന് അള്ളാഹു എല്ലാവർക്കും മുകളിലാണ്, ഒന്ന് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എല്ലാവരുടെയും വിശേഷണങ്ങൾക്കും മുകളിലാണ്, ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സർവ്വതിനെയും വിജയിച്ചടക്കിയിരിക്കുന്നു. ഈ പറഞ്ഞ 3 വിശേഷണങ്ങളിൽ 2 വിശേഷണങ്ങൾ പൊതുവെ എല്ലാ മുസ്ലിം കക്ഷികളും അംഗീകരിച്ച അർത്ഥങ്ങളാണ്. ഏതാണ് ഈ പറഞ്ഞ 2 അർത്ഥങ്ങൾ? അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അവ ഏറ്റവും ഉന്നതിയിലാണ് എന്നതും, അതായത് ഉലുവുൽ ഖദർ, അതുപോലെ അള്ളാഹു എല്ലാത്തിനെയും വിജയിച്ചടക്കിയിരിക്കുന്നു എന്ന ഉലുവുൽ ഖഹർ. ഈ 2 കാര്യങ്ങൾ പൊതുവെ എല്ലാ മുസ്ലിം കക്ഷികളും അംഗീകരിച്ചതാണ്. പൊതുവെ ബിദ്അത്തുകാർ ആയ ആളുകൾ അവരിൽ മിക്കവരും അംഗീകരിച്ച 2 വിശേഷണങ്ങളാണ് ഇപ്പറഞ്ഞത്. എന്നാൽ അള്ളാഹു എല്ലാ സൃഷ്ടികൾക്കും മുകളിലാണ് എന്നത് അത് ബിദ്അത്തുകാരിൽ പലരും അംഗീകരിക്കാത്ത അർത്ഥമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔന്നത്യം, അവൻ എല്ലാ വിശേഷണങ്ങളിലും ഏറ്റവും ഉന്നതനാണ്, അവൻ സർവ്വ സൃഷ്ടികളെയും അവൻ വിജയിച്ചടക്കിയിരിക്കുന്നു എന്നീ 2 അർത്ഥങ്ങൾ ബിദ്അത്തുകാർ അംഗീകരിക്കുന്ന അർത്ഥമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സർവ്വ സൃഷ്ടികൾക്കും മുകളിലുള്ളവനാണ് എന്ന കാര്യം ബിദ്അത്തുകാരിൽ പലരും അംഗീകരിക്കുന്നതല്ല. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ വിശ്വാസത്തിന് പല കാരണങ്ങളാൽ വലിയ പ്രചാരമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളിൽപ്പെട്ടവരോട് കുട്ടികളാവട്ടെ അല്ലാത്തവരാകട്ടെ മദ്രസകൾ മുതൽ പഠിപ്പിക്കപ്പെടുന്നത് ഈ വിഷയത്തിൽ വളരെ പിഴച്ച വിശ്വാസങ്ങളാണ്. ആളുകൾ ചിലരോട് ചോദിച്ചാൽ അള്ളാഹു എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവരിൽ ചിലർ പറയും, നീ എന്താണ് ഈ ചോദിക്കുന്നത്, അങ്ങനൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറയും. വേറെ ചില ആളുകളോട് ചോദിച്ചാൽ അവൻ പറയും അള്ളാഹു എല്ലായിടത്തുമില്ലേ എന്ന് പറയും. അവനോട് തിരിച്ച് അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ബാത്റൂമിലുണ്ടോ, അള്ളാഹു മലമൂത്ര വിസർജനങ്ങളിലുണ്ടോ, അവിടെ ഒന്നുമില്ല, വേറെ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയും. അപ്പൊ എവിടെ മാത്രം ഉണ്ട് എവിടെ മാത്രം ഇല്ല എന്ന് അവനറിയില്ല. വേറെ ചില ആളുകളോട് ചോദിച്ചാൽ അവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അവർ സാഹിത്യം പറയും. അള്ള എവിടെയാന്ന് വെച്ചാൽ അള്ള എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ട്, നല്ല മനുഷ്യന്മാരെല്ലാം അള്ളാഹുവൻ തന്നെയാണ്, ദരിദ്രനെ സഹായിക്കുന്നവൻ അള്ളാഹുവാണ്, രോഗിയെ സഹായിക്കുന്നവൻ അള്ളാഹുവാണ് എന്നൊക്കെ പറയും. ഈ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം കടുത്ത അപരാധങ്ങളാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ അപകടമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നത്. കാരണം നിരീശ്വരവാദി അള്ള ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നവൻ, അവൻ നായയെ കണ്ടാൽ പറയുന്നത് അതും അള്ളാഹു ആണ് എന്നാണ്. അവൻ അതിന്റെ മലമൂത്ര വിസർജനങ്ങൾ കണ്ടാൽ അതും പറയുന്നത് അതിലും അള്ളാഹു ഉണ്ട് എന്നാണ്. തആല അല്ലാഹു അൻ ദാലിക ഉലുവൻ കബീറ. അള്ളാഹു അവർ പറയുന്നതിൽ നിന്ന് വളരെ ഔന്നത്യമുള്ളവനാണ്. അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും അങ്ങനെ ചിന്തിക്കപ്പെടുക എന്നതുപോലും സാധിക്കുന്നതല്ല ഒരു മുഅ്മിനിന്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ചിലർ പറഞ്ഞത്, സിന്ദീഖുകൾ, നിരീശ്വരവാദികൾ അവരവരെ കടത്തിവെട്ടുന്ന വാദമാണ് അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന്. മാത്രമല്ല ആ വാദം, ചില പിഴച്ച ഈ വാദങ്ങൾ പ്രചരിപ്പിച്ച ആളുകൾ അവരുടെ നേതാക്കന്മാരെ കൊണ്ടെത്തിച്ചത് തനിച്ച കുഫറിലാണ്. ഈ പറഞ്ഞ വാദം പറഞ്ഞ ചില ആളുകൾ, അവർ അള്ള എല്ലായിടത്തുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ, അവരിൽ ചിലർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ അവൻ ഒരു റൊട്ടിയെടുത്ത് ഭക്ഷണം വായിലേക്ക് വെച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, അകല റബ്ബുൻ റബ്ബൻ, ഒരു റബ്ബിത വേറെ റബ്ബിനെ തിന്നിരിക്കുന്നു. കാരണം അവനും റബ്ബാണ്, റൊട്ടിയും റബ്ബാണ്, അവനും റബ്ബാണ്, അവന്റെ ഭക്ഷണവും റബ്ബാണ്. അപ്പൊ ഒരു റബ്ബ് വേറെ റബ്ബിനെ തിന്നിരിക്കുന്നു. അവന്റെ ബുദ്ധിയിൽ അവൻ പറഞ്ഞ ഈ അടിസ്ഥാനം വെച്ചു നോക്കിയാൽ അത് ശരിയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ നിന്ന് ശൈത്താൻ എങ്ങനെയാണ് ആളുകളെ പിഴപ്പിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കൂ. അതുകൊണ്ടാണ് ചില ആളുകൾ ഈ പറഞ്ഞ പിഴച്ച വാദങ്ങൾ പ്രചരിപ്പിച്ചവർ അവർ പറഞ്ഞത്, വമാ ഫിൽ ജുബ്ബത്തി ഇല്ലല്ലാഹ്, ഈ ജുബ്ബക്കുള്ളിലുള്ളത് അല്ലാഹു അല്ലാതെ മറ്റാരുമല്ല. അതുകൊണ്ടാണ് ഈ നാട്ടിലെ ഔലിയാക്കന്മാർ എന്ന പേരിൽ വിളിപ്പിക്കപ്പെടുന്ന ചില സാഹിറന്മാർ, ചില ശൈത്താന്മാർ ഇവിടെ ജാറം കെട്ടിപ്പൊക്കുകയും മഖ്ബറകൾ കെട്ടിപ്പൊക്കുകയും ഇബാദത്ത് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഔലിയാക്കന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ചില ആളുകൾ അവരുടെ ദിക്റുകളിൽ
വൃത്തികെട്ട പറയാൻ പോലും സാധിക്കാത്ത ഒരു മുഅ്മിനിന് നാവ് കൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അത്തരം ദിക്റുകൾ അവർ പടച്ചുവിട്ടത്. ചിലരുടെ ദിക്റുകൾ എന്താണ്? ഓരോ ശരീരത്തിലെ അവയവങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവൻ അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തിന് പകരമാക്കി. അവർ പറഞ്ഞു ലാ മൂക ഇല്ലല്ലാ, മൂക്ക് അല്ലാഹു അല്ലാതെ ഒന്നുമല്ല. ലാ കണ്ണ് ഇല്ലല്ലാ, കണ്ണ് അല്ലാഹു അല്ലാതെ മറ്റൊന്നുമല്ല. ഈ വാദം ഇവർക്ക് വന്നെത്തിയത് ഈ പറഞ്ഞ വിശ്വാസത്തിൽ നിന്നാണ്. ഇതെവിടുന്ന കിട്ടിയത്? ഇത് അദ്വൈത സിദ്ധാന്തത്തിൽ നിന്ന്. അദ്വൈതം എന്ന് പറഞ്ഞാൽ ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടിനാണ്. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ലായ്മ. രണ്ടില്ല, മുഴുവൻ ഒന്ന് മാത്രമാണ്. അള്ളാഹുവും സൃഷ്ടിയും ഒന്ന് തന്നെ എന്ന കടുത്ത പിഴച്ച വാദത്തിൽ നിന്നാണ് ഈ കുഫറൻ ചിന്താഗതി ഇവർക്കിടയിലേക്ക് വന്നത്. ഇനി വേറെ ചില ആളുകളോട് അള്ളാഹു എവിടെ എന്ന് ചോദിച്ചാൽ, ചില മദ്രസകളിൽ ഇവിടെ ചില ആൾക്കാർ ചിലപ്പോൾ വിളിച്ചു വെക്കൽ കുട്ടീനെ പഠിപ്പിക്കാൻ വേറൊരു മദ്രസയില്ല, നാട്ടിലാകെ സമസ്തന്റെ മദ്രസ മാത്രമേ ഉള്ളൂ, അപ്പൊ അവിടെ പറഞ്ഞേക്കട്ടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അത്തരം മദ്രസകളിൽ പഠിപ്പിക്കുന്ന വിശ്വാസങ്ങളിൽ ഒന്ന്, ചില മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്: അള്ളാഹു എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവിനൊരു സ്ഥലമില്ല. എന്നിട്ട് അവർ പറയും അള്ളാഹു വലതില്ല, അള്ളാഹു ഇടതില്ല, അള്ളാഹു മുകളിലില്ല, അള്ളാഹു താഴെയില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയുമില്ല. അതായത് എവിടെയില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലമില്ല. ലാ ഫിസ് സമാ വലാ ഫിൽ അർദ്, ആകാശത്തുല്ല ഭൂമിയിലുമില്ല, വലത്തുല്ല അടുത്തുല്ല മുന്നിലുള്ള പിന്നിലുമില്ല, താഴെയില്ല മുകളിലുമില്ല. പിന്നെ അള്ളാഹു എവിടെയാണുള്ളത്? പള്ളന്നില്ല എന്നാണ് വർത്തമാനത്തിന്റെ ചുരുക്കം. ആ വാദം എത്തുന്നത്, അവസാനം എത്തിപ്പെടുന്നത് യഥാർത്ഥത്തിൽ നിരീശ്വരവാദത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഇത്തരം പിഴച്ച വാദങ്ങൾ അശ്അരിയാക്കൾ പ്രചരിപ്പിക്കുന്ന, മുഅ്തസിലികൾ പ്രചരിപ്പിക്കുന്ന ഇത്തരം പിഴച്ച വാദങ്ങൾ അത് പലപ്പോഴും ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നിരീശ്വരവാദികളെയാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ നിരീശ്വരവാദവും യുക്തിവാദവും മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് പതുക്കെ പതുക്കെ കയറി വരുന്നുണ്ട് എന്ന പ്രശ്നം ഇങ്ങനെ ആളുകൾ പറയുന്ന സന്ദർഭത്തിൽ അതിന്റെ പരിഹാരം ആദ്യം തേടിപ്പോകേണ്ടത് ഈ പറഞ്ഞ പിഴച്ച അഖീദകളിലേക്കാണ്. അവരാണ് ഇവർക്ക് വഴിയൊരുക്കി കൊടുക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഇത്തരം പിഴച്ച ചിന്താഗതികൾ ചെറിയ പ്രായത്തിൽ കുട്ടികളുടെ ഹൃദയത്തിൽ വെച്ചുകൊടുക്കുന്നത് കൊണ്ടാണ് വലുതാവുമ്പോ ഈ പറഞ്ഞ വിശ്വാസം. പണ്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ നിരീശ്വരവാദിയായിരുന്ന അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ചരിത്രം അദ്ദേഹത്തിന്റേത് പറഞ്ഞതായി കാണാം. അദ്ദേഹം നിരീശ്വരവാദിയായിരുന്ന കാലഘട്ടത്തിൽ ഒരു ബോർഡ് എടുത്ത് അദ്ദേഹം നാട്ടിലൂടെ യാത്ര ചെയ്യുമായിരുന്നു എന്നാണ്. മുസ്ലിമീങ്ങളുള്ള നാടുകളിലൂടെ ഒരു ബോർഡും കയ്യിലേന്തി അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യും. എന്നിട്ട് ഈ ടൗണുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ സ്ഥലത്ത് ഈ ബോർഡ് അങ്ങ് വെക്കും. എന്നിട്ട് ആ ബോർഡിൽ അദ്ദേഹം ഒരു തല വരക്കും, ഒരു ഉടല് വരക്കും, ഒരു രണ്ട് കൈയും രണ്ട് കാലും വരക്കും. എന്നിട്ട് അവർ കൂടി അദ്ദേഹം കൂടിയ ആൾക്കാരോട് ചോദിക്കും, നിങ്ങൾ അള്ളാഹ്ക്ക് മുഖമുണ്ടോ? അപ്പൊ ഒരു മുഖമില്ല, മുഖം വച്ചളി. നിങ്ങൾ അള്ളാഹ്ക്ക് കൈയുണ്ടോ? കൈയില്ല, കൈ മച്ചളി. നിങ്ങൾ അള്ളാഹ്ക്ക് കാലുണ്ടോ? കാലും മച്ചളി. നിങ്ങൾ അള്ളാഹ്ക്ക് ഉടലുണ്ടോ? ഉടലും മച്ചളി. അല്ലന്നില്ല. ഇങ്ങനെയാണ് അദ്ദേഹം നാടുകളിൽ നിരീശ്വരവാദം, അദ്ദേഹത്തിന്റെ നിരീശ്വരവാദത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അത് പ്രചരിപ്പിച്ചു. പിന്നെ അദ്ദേഹം ഇസ്ലാമിലേക്ക് മടങ്ങി വരികയും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി മഹത്തായ സേവനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു. റഹിമഹുല്ലാഹു വഗഫറ ലഹ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ ഈ പിഴച്ച ചിന്താഗതിയാണ് അതിന് വഴിയൊരുക്കിയത്. അള്ളാഹുവിന് കൈകളുണ്ട്, അള്ളാഹുവിന് മുഖമുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കാലുണ്ട്, അള്ളാഹുവിന് കണ്ണുകളുണ്ട്. ഇതൊക്കെ ഹദീസുകളിൽ വന്നതാണ്, ഖുർആനിൽ വന്നതാണ്. അത് നിഷേധിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അതിനേക്കാൾ വലിയ കടുത്ത പിഴച്ച വാദങ്ങൾ വേറെ വഴിയിലൂടെ പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് ഈ വാദം തുടക്കത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ ജഹ്മികൾ അള്ളാഹുവിന് മുഖമോ കയ്യോ കാലോ ഒന്നുമുണ്ട് എന്ന് പറയാൻ പറ്റില്ല എന്ന വാദം കൊണ്ടുവന്നപ്പോൾ സലഫുകളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ജഹ്മികളുടെ വാദം ഒരു മനുഷ്യനെ പോലെയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ വീട്ടിൽ ഒരു ഈന്തപ്പനയുണ്ട്, എന്റെ വീട്ടിൽ ഒരു ഈന്തപ്പനയുണ്ട്, നല്ല വലിയ ഈന്തപ്പനയാണ്. അപ്പൊ കേട്ടുനിന്ന ആളുകൾ ചോദിച്ചു, നിന്റെ ഈന്തപ്പനക്ക് എങ്ങനെ നല്ല ഓലയുണ്ടോ അതിന്റെ മേലെ? അവൻ പറഞ്ഞു, ഓലൊന്നുമില്ല. ആഹാ, അതിൽ ഈത്തപ്പഴുണ്ടോ? ഈത്തപ്പഴം ഇല്ല. ഈന്തപ്പന തടിയെങ്കിലും ഉണ്ടോ? തടിയില്ല. വേരെങ്കിലും ബാക്കിയുണ്ടോ? അതുമില്ല. നിന്റെ വീട്ടിൽ ഈന്തപ്പനില്ല. അതുപോലെയാണ് കാര്യം.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശേഷണങ്ങളെ നിഷേധിച്ചവർ നിരീശ്വരവാദികൾക്കുള്ള വാതിലാണ് തുറന്നുകൊടുത്തത്. അതുകൊണ്ട് നിരീശ്വരവാദത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ പോരാട്ടം ഇസ്ലാമിലെ ശരിയായ അഖീദ പഠിപ്പിച്ചു കൊടുക്കലാണ്. എന്നാലാണ് ആളുകൾ ഈ പറഞ്ഞ അള്ളാഹിനെ കുറിച്ചുള്ള ശരിയായ വിശ്വാസം പഠിപ്പിച്ചാൽ നിരീശ്വരവാദത്തിന് വാതിൽ തുറക്കാനേ സാധിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹത്തെ മര്യാദക്ക് പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ നിരീശ്വരവാദികൾ സമൂഹം തന്നെ ഇല്ലായിരുന്നു. ഖുർആൻ നിങ്ങളെടുത്ത് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കൂ. നിരീശ്വരവാദി എന്ന് പറഞ്ഞ കൗമിനെ അള്ളാഹ് പരിഗണിച്ചിട്ടല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പരിഗണിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അവർക്ക് മറുപടിയായി കാര്യമായ ആയത്തുകൾ ഖുർആനിലില്ല. അവർക്ക് അവരുടെ പിഴച്ച വാദത്തിൽ നിന്ന് സത്യത്തിലേക്ക് തിരിച്ചു വരാൻ ആവശ്യമായ ദലീലുകൾ, തെളിവുകൾ ഖുർആനിലെമ്പാടുമുണ്ട്. പക്ഷെ നിരീശ്വരവാദി എന്ന് പറഞ്ഞ കൗമ്, അവരെ കുറിച്ച് ഖുർആൻ കാര്യമായി എടുത്തു പറയുന്നേ ഇല്ല. കാരണം അങ്ങനെ ഒരു കൗമ് ചരിത്രത്തിൽ ഒരു കാലത്തും പറയപ്പെടാവുന്ന ഒരു എണ്ണമായി ജീവിച്ചിട്ടേ ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം പിഴച്ച ചിന്താഗതികൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്? അതിന്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് ശരിയായ അഖീദ പഠിപ്പിക്കാത്തതും ഇത്തരം പിഴച്ച അഖീദ പഠിപ്പിക്കുന്നതുമാണ്. അള്ളാഹു എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ മുസ്ലിമീങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് ഈ കാര്യത്തെക്കുറിച്ച് അറിയില്ല. ഞാൻ ചിലപ്പോൾ ഈ ജമാഅത്തിന് പോയിട്ട് അതിന് ക്ലാസ് എടുക്കുന്ന ആൾക്കാരിൽ ചില ആളുകളോട് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ അള്ളാഹു എവിടെയാണ്? ആദ്യമൊക്കെ ചില ആളുകൾ ഇങ്ങനെ പതറിക്കളിക്കും. പിന്നെ കുറച്ചും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ പറയും നമ്മളെല്ലാവരും ഹൃദയത്തിലല്ലേ. അപ്പോൾ ഓനൊരു ഉറപ്പില്ല അത് എവിടെയാണ്. സുബ്ഹാനല്ലാഹ്, യഥാർത്ഥത്തിൽ മുസ്ലിമിന്റെ ഫിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആകാശങ്ങൾക്ക് മുകളിലാണ് എന്ന കാര്യം അവന്റെ ഫിത്രത്തിൽ തന്നെ ഉണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തുമുണ്ട് എന്ന് പറയുന്ന ആളുകൾ അത്തരക്കാരുമായി അവരിൽപ്പെട്ട ആരെങ്കിലും ചിലപ്പോൾ എന്റെ അരികിൽ വരും. അയാളുടെ എന്തെങ്കിലും ആവശ്യങ്ങളോ മറ്റോ നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ വരുന്നത്. ഞാൻ വീട്ടിൽ വിളിച്ചിരുത്തും. അങ്ങനെ അവൻ പറഞ്ഞ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നതിന് മുൻപ് ഞാൻ അവനോട് യോജിക്കുന്നത് പോലെ ഇങ്ങനെ അവന്റെ വാദം ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ അവനൊരു കാര്യം നിർവഹിച്ച് തിരിച്ചു പോകാൻ വേണ്ടി വന്നതാണ്. അപ്പൊ സംസാരം ഇങ്ങനെ നീണ്ടുപോകുന്നത് കാണുമ്പോൾ ചിലപ്പോ ആൾക്കാർ ഇയാൾ എന്താതൊന്നും നിർത്താത്തത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് എന്നറിയും മേലേക്ക് നോക്കിയിട്ട്. അപ്പോൾ ഇബ്നു തൈമിയ്യ പറയും, ഞാൻ അപ്പോൾ തിരിച്ചു ചോദിക്കും, നീ ഇപ്പോൾ ചെയ്തത് ശരിയാണ്, നീ എന്റെ മുകളിലേക്ക് നോക്കിയത്, നിന്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ? ഈ പറഞ്ഞ മേൽക്കൂരക്ക് മുകളിൽ ആരെങ്കിലും ഉള്ളതുകൊണ്ട് അയാളെ നീ വിളിച്ചതാണോ? അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹ് മുകളിലുണ്ടെന്ന് വിശ്വസിച്ചു പോയല്ലോ. അയാൾ അസ്തഗ്ഫിറുല്ലാഹ് പറയും. ഇബ്നു തൈമിയ്യ പറയാൻ, അപ്പോൾ ഞാൻ അയാൾക്ക് തിരുത്തി കൊടുക്കും. നമ്മുടെ നാട്ടിൽ നിരീശ്വരവാദിയായ ഒരു മുഖ്യമന്ത്രി, അയാൾ ഒരിക്കലും ഇതുപോലെ അറിയാതെ പറഞ്ഞുപോയി. അയാളെന്തോ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു മുകളിലുള്ള എല്ലാം കാണുന്നുണ്ട് പറഞ്ഞു. ഇത് മനുഷ്യന്റെ പുത്രത്തിലുള്ളതാണ്. നിഷേധിക്കാൻ നോക്കിയാൽ എത്ര ആയാലും നിഷേധിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഈ വിശ്വാസം കുറെ തെളിവുകൾ കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിച്ച ജുവൈനി എന്ന പ്രസിദ്ധനായ ശാഫിഈ പണ്ഡിതന്മാരിൽ പ്രമുഖനാണ് അദ്ദേഹം, അബുൽ ഹറമൈൻ. അദ്ദേഹം ഈ പറഞ്ഞ അഖീദ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തുമുണ്ട് എന്ന അഖീദ പാടുപെട്ട് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ, സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുന്നിലിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം അൽ ഹമദാനി എന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ തെളിവൊക്കെ അവിടെ വെക്കി. നമ്മുടെ കൽബിൽ നമുക്ക് ഒരിക്കലും പറിച്ചു നീക്കാൻ പറ്റാത്ത രൂപത്തിൽ അള്ളാഹ് മുകളിലാണെന്ന് തോന്നുന്നുണ്ട്. അതെങ്ങനെയും ചികിത്സിച്ച് മാറ്റാൻ വല്ല വഴിയുണ്ടെങ്കിൽ അത് പറഞ്ഞതാ. ഇത് കേട്ടപ്പോൾ അദ്ദേഹം തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഹയ്യറനിൽ ഹംദാനി, ഹയ്യറനിൽ ഹംദാനി. ഹംദാനി എന്റെ തെളിവുകളെയെല്ലാം തകർത്തിരിക്കുന്നു, ഞാനിതാകെ പരിഭ്രാന്തനായി പോയിരിക്കുന്നു. എല്ലാ തെളിവും അവിടുന്ന് ഇവിടുന്നൊക്കെ ഉണ്ടാക്കി വന്ന് ഇതൊരു മനുഷ്യന് നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, എല്ലാ ദീനിന്റെ ആളുകളും, ഇസ്ലാം അവിടെ നിൽക്കട്ടെ, ഇസ്ലാമല്ലാതെ തന്നെ സർവ്വദീനുകളും അവരുടെ ഫിത്രത്തിൽ തന്നെ അള്ളാഹു മുകളിലാണ് എന്ന കാര്യം അംഗീകരിച്ചവനാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ആൾക്കാർ പ്രാർത്ഥിക്കും, എങ്ങനെ പ്രാർത്ഥിക്കാൻ? അള്ളാഹു എല്ലായിടത്തുമാണ് എങ്കിൽ ഇങ്ങനല്ല പ്രാർത്ഥിക്കണം, ഇങ്ങനെ അരി വിതർന്ന പോലെയല്ലേ പ്രാർത്ഥിക്കേണ്ടത്? കാരണം എവിടുന്നും കിട്ടേണ്ടതാണല്ലോ. എല്ലാവരും പ്രാർത്ഥിക്കുന്ന മുകളിലേക്ക് കൈവർത്തിക്കൊണ്ടാണ്. മനുഷ്യൻ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മുകളിലേക്ക് നോക്കുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുകളിലാണ് എന്നത് മനുഷ്യരുടെ ഫിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാര്യമാണ്. അല്ലാഹുവിന്റെ മനുഷ്യന്റെ ഫിത്രത്തിലുള്ളതാണ്.
അതിനോടൊപ്പം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം, അല്ലാഹു മുകളിലാണ് എന്നത് അതിനുള്ള തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് നീ എണ്ണിയെടുക്കാൻ ശ്രമിച്ചാൽ 1000-ലധികം തെളിവുകൾ നിനക്ക് കാണാൻ പറ്റും. സഹോദരങ്ങളെ, ഞാൻ ഖുർആനിലും ഹദീസിലും വന്ന ഈ രൂപത്തിലുള്ള തെളിവുകൾ അവയുടെ ചില അടിസ്ഥാനങ്ങൾ മാത്രം പറയാം. എല്ലാ തെളിവും ഞാൻ പറയുന്നില്ല. തെളിവുകൾ അവയുടെ ചില രൂപങ്ങൾ മാത്രം. അതിന് ഓരോന്നിനും കീഴിൽ 10-20 തെളിവുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മുകളിലാണ് എന്ന് അറിയിക്കുന്ന തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനു മുകളിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്ന ആയത്തുകൾ. ഖുർആനിൽ 7 സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. റഹ്മാനായ റബ്ബ് അർശിനു മുകളിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. അർശ് എവിടെയാണ്? എല്ലാത്തിനും മുകളിലാണ്. അല്ലാഹു അർശിനു മുകളിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. അർശിനു മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഹിതനായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ഈ പറഞ്ഞതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാരെങ്കിലും കസേരയിൽ ഇരുന്നത് പോലെ ഇരുന്നു എന്നാണോ? അല്ല, ഒരിക്കലുമല്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ അസ്-സമീഉൽ ബസീർ. അല്ലാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല. അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. നോക്കണം, നിങ്ങൾ ആ ആയത്ത്, ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ നിന്ന് കുറച്ച് തെന്നി മാറാൻ നിങ്ങളത് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി പറയാൻ. ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു 2 നാമങ്ങളാണ് എടുത്തു പറഞ്ഞത്. വഹുവ അസ്-സമീഉ അൽ ബസീർ. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു ഈ 2 നാമം തന്നെ അവിടെ പറയാനൊരു കാരണമുണ്ട്. വേറെ ഒരു നാമവും പറയാതെ അസ്-സമീഉൽ ബസീർ എന്ന നാമം പറയാനുള്ള കാരണം, സൃഷ്ടികളിൽ, ജീവനുള്ള സൃഷ്ടികളിൽ ബഹുഭൂരിപക്ഷത്തിനും ഈ പറഞ്ഞ 2 ഗുണങ്ങളും ഉണ്ടായിരിക്കും: കേൾവിയും കാഴ്ചയും. സൃഷ്ടികളിൽ ജീവനുള്ള മിക്ക സൃഷ്ടികൾ എടുത്തു നോക്കിയാൽ കാഴ്ചയോ കേൾവിയോ ഏതെങ്കിലും ഒന്നെന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ 2 പൊതുവെ ഉണ്ടാവും. മിക്ക സൃഷ്ടികൾ, ജീവനുള്ള മിക്ക സൃഷ്ടികൾ നോക്കൂ, കേൾവി ഉണ്ടാവും, കാഴ്ച ഉണ്ടാവും. ഈ 2 വിശേഷണങ്ങളും അല്ലാഹു അവിടെ എടുത്തു പറയാനുള്ള കാരണം അല്ലാഹുവിന്റെ കേൾവിയും കാഴ്ചയും മറ്റു സൃഷ്ടികളെ പോലെയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലാഹു സമീഅാണ് ബസീറാണ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ സൃഷ്ടികളുടെ കേൾവിയെയും കാഴ്ചയെയും കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലേ? ഇപ്പൊ നമ്മള് ആൾക്കാർക്ക്, മനുഷ്യന് കേൾവിയുണ്ട്, അതേപോലെ ജീവികൾക്ക് പലതിനും കേൾവിയുണ്ട്. പൂച്ചക്ക് കേൾവിയുണ്ട്, പല മൃഗങ്ങൾക്കും കേൾവിയുണ്ട്. ചില മൃഗങ്ങൾ അവയെക്കുറിച്ച് പറയുന്നത് കിലോമീറ്ററുകൾ ദൂരമുള്ളത് അവക്ക് കേൾക്കാൻ സാധിക്കുന്ന അത്ര പോലെ ജീവികളാണ്. നമ്മളെക്കാൾ ചെറിയ ചെവിയാണ്. ഏതാണ് ജീവി എന്ന് എനിക്ക് ഓർമ്മയില്ല. ചില ജീവികൾ അവക്ക് കിലോമീറ്ററുകൾ ദൂരത്തേക്കുള്ള ശബ്ദം വരെ കേൾക്കാൻ സാധിക്കുമെന്നാണ്. എല്ലാവർക്കും കേൾവിയുണ്ട്. എല്ലാവരെയും കേൾവി ഒരുപോലെയാണോ? ഒരുപോലെയാണോ? അല്ല. ഈ പറഞ്ഞ എല്ലാവർക്കും കേൾവിയുണ്ട്. ആമക്ക് കേൾവിയുണ്ട്, ആനക്ക് കേൾവിയുണ്ട്, പൂച്ചക്ക് കേൾവിയുണ്ട്, പരുന്തിന് കേൾവിയുണ്ട്, എല്ലാത്തിനും കേൾവിയുണ്ട്. മനുഷ്യനും കേൾവിയുണ്ട്. നമ്മൾ ആരെങ്കിലും പൂച്ചക്ക് കേൾവിയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ ഭാഷയൊക്കെ കേട്ട് അത് മനസ്സിലാക്കാനും സംസാരം കേട്ട് അതിലുള്ളത് ഗ്രഹിക്കാനുമുള്ള കഴിവ്, അത് കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് പൂച്ചക്കുണ്ട് എന്നാണോ നമ്മൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നത്? അല്ല. മനുഷ്യന്റെ കേൾവി ഒന്നാണ്, പൂച്ചയുടെ കേൾവി ഒന്നാണ്, ആനയുടെ കേൾവി വേറൊന്നാണ്. ഇതൊക്കെ സൃഷ്ടികൾക്കിടയിലെ വ്യത്യാസമാണ്. ഇത് വ്യത്യസ്ത സൃഷ്ടികൾ അവിടെ നിൽക്കട്ടെ, നമ്മളിപ്പോ ഇത്രയും ആൾക്കാരോട് ഇരിക്കുന്നു, നമ്മുടെ എല്ലാവരുടെയും കേൾവി ഒരുപോലെയാണോ? അല്ല. ചില ആൾക്കാർക്ക് ചിലത് കൂടുതൽ കേൾക്കും, ചില ആൾക്കാർക്ക് കുറച്ചുകൂടി അടുത്ത് വന്നിരുന്നാലേ കേൾക്കുള്ളൂ, ചില ആൾക്കാർക്ക് കേൾവി വളരെ കുറവായിരിക്കും, എന്തെങ്കിലും ചികിത്സ ചെയ്യേണ്ടി വരും, ചില ആൾക്കാർക്ക് ചില ഉപകരണങ്ങൾ പിടിപ്പിച്ചാലേ കേൾക്കാൻ പറ്റുള്ളൂ. കേൾവി പലരുടെയും പല രൂപത്തിലാണ്. നമുക്കിടയിൽ തന്നെ ഇത്ര വ്യത്യാസമുണ്ട്. അപ്പോൾ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ സ്രഷ്ടാവ് അവന്റെ കേൾവിക്ക് എത്ര വ്യത്യാസമുണ്ടാകും? നമുക്കിടയിൽ ഇത്ര വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കേൾവി അതിനേക്കാൾ, എത്രയോ സൃഷ്ടികളുടെ കേൾവിയേക്കാൾ
എത്രയോ മഹത്തരമാണ് എന്ന് ഏത് ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാവും. ഇതേപോലെ തന്നെയാണ് കാഴ്ചയും. കാഴ്ച ഈ പറഞ്ഞ ജീവികൾക്കൊക്കെ കാഴ്ചയുണ്ട് അല്ലേ? പരുന്ത് എത്ര ദൂരെ പറക്കുന്ന പരുന്താണത്. ഭൂമിയിൽ പിന്നെ കോഴിയോടൊപ്പം നിൽക്കുന്ന കോഴിക്കുഞ്ഞിനെ ഇത്ര ദൂരെ നിന്ന് ആ പരുന്ത് കാണുകയാണ്. നമ്മേക്കാൾ ചെറിയ കണ്ണാണ് അതിനുള്ളത്. സുബ്ഹാനല്ലാഹ്. നമ്മുടേതോ നമ്മൾ ഇത്ര കുറച്ചുകൂടി വലിയ കണ്ണാൻ. നമുക്കൊരു ദൂരത്തേക്കേ കാണാൻ പറ്റുള്ളൂ. വല്ലാതെ അടുത്ത് പിടിച്ചാലും കാണാൻ പറ്റൂല, വല്ലാതെ ദൂരെ പിടിച്ചാലും കാണാൻ പറ്റൂല. കാഴ്ചക്ക് പരിധിയുണ്ട്. നമ്മുടെ മുന്നിലൂടെ തന്നെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ശാസ്ത്രജ്ഞന്മാരും പലരും പറയുന്നത് നമ്മുടെ കൺമുന്നിലൂടെ പലതും നടന്നുകൊണ്ടിരിക്കുന്നൊരു പലതും നമ്മൾ കാണുന്നില്ല. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇവിടെ കൂടെ എത്രയോ ആറ്റങ്ങൾ പോകുന്നുണ്ട്, മറ്റു പലതും നീങ്ങിക്കൊണ്ടിരിക്കുന്നൊരു ചലിക്ക് നമ്മുടെ കണ്ണത് കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മുടെ കാഴ്ച, മനുഷ്യരുടെ കാഴ്ചക്ക് പലരുടെയും കാഴ്ചകൾക്കിടയിൽ വ്യത്യാസമുണ്ട്. സൃഷ്ടികളുടെ കാഴ്ചക്കിടയിൽ വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഇരിക്കുന്ന ആൾക്കാരുടെ കാഴ്ച തന്നെ അല്ലാണ്ട് വ്യത്യാസമുണ്ട്. ചില ആൾക്കാർക്ക് കണ്ണട വെക്കണം, ചില ആൾക്കാർക്ക് അൽഹംദുലില്ലാഹ് കണ്ണടന്റെ ആവശ്യമില്ല. ഇങ്ങനെ ഓരോരുത്തരുടെയും കാഴ്ചയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വ്യത്യാസങ്ങൾ സൃഷ്ടികൾക്കിടയിൽ തന്നെ ഉണ്ട് എങ്കിൽ സൃഷ്ടാവ് എന്തുകൊണ്ടും അതിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും. അത് അള്ളാഹ്ക്ക് യോജിച്ച രൂപത്തിലാണ്. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് വൽ കൈഫു മജ്ഹൂൽ, അതിന്റെ രൂപം എന്താണ് എന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്കൊരു കാര്യം അറിയാം, എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അർശിനുമേൽ ഇസ്തിവാ ചെയ്തിട്ടുണ്ട്, ആരോഹിതനായിട്ടുണ്ട്. അവൻ അർശിന് ആവശ്യക്കാരനല്ല, അർശ് അവന്റെ ആവശ്യക്കാരൻ. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, അവരിതൊക്കെ ഈ പറഞ്ഞ, അതുകൊണ്ടാണ് ഇമാം തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അള്ളാഹുവിന്റെ സിഫത്തുകൾ, വിശേഷണങ്ങൾ നിഷേധിക്കുന്നവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ സൃഷ്ടികളുമായി താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ നിഷേധിക്കുന്നത്. അവന്റെ മനസ്സിൽ അവൻ ഇസ്തിവാഇനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ അവനൊരു ചിത്രം വരഞ്ഞിട്ടുണ്ട്. ഒരു അർശ്, അതിന്റെ മേലെ ഒരാൾ ഇരുന്നു, അതേപോലെ അള്ളാഹ് ഇരുന്നിട്ടുണ്ടാവണം. അപ്പൊ പിന്നെ അവന്റെ മനസ്സിലേക്ക് കുറെ ചോദ്യങ്ങൾ വരും. എന്താ ചോദ്യം? ഇപ്പൊ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കസേരങ്ങ് വലിച്ച ഞാൻ താഴെ വീഴും. മനുഷ്യന്റെ ഇരുത്തം അങ്ങനെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഇരുത്തം അങ്ങനെയായിരിക്കുമോ? ഇതൊക്കെ ശൈത്താൻ കൊണ്ടുവരുന്ന വിശ്വാസികളാണ്. ഇതൊക്കെ നമ്മുടെ ഇരുത്തമാണ്. നമ്മൾ ഇരുന്ന പോലെ തന്നെ അള്ളാഹ് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ ധാരണകളൊക്കെ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അർശിനു മുകളിൽ ആരോഹിതനായിട്ടുള്ളത് അവന് യോജിച്ച രൂപത്തിൽ. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അള്ളാഹുടെ ഒരു സിഫത്തും വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവുകയില്ല. ഇൻഷാ അള്ളാഹ് ഇനിയും ചില ഇസ്മുകൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിലെ അടിസ്ഥാനം കുറെ നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യമാണ്. ഇത് ഒരാൾക്ക് ഉറച്ചു കഴിഞ്ഞാൽ അസ്മാഉ വസിഫാത്ത് എന്ന വിഷയം അവൻ കൃത്യമായി മനസ്സിലാക്കിയവനായി. അള്ളാഹുവിനെ കുറിച്ച് എന്ത് കേട്ടാലും അത് റബ്ബിന് യോജിച്ച രൂപത്തിൽ മനസ്സിലാക്കുക. അതിനൊരു ചിത്രം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ മെനയാതിരിക്കുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അസ്മാഉ വസിഫാത്തിലെ ഖാഇദകളിൽ ഖാത്ഉ ത്വമഇ അൻ ഇദ്റാകിൽ കൈഫിയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ, അവയുടെ രൂപം മനസ്സിലാക്കാനുള്ള ആഗ്രഹം ഹൃദയത്തിൽ നിന്ന് അങ്ങ് മുറിച്ചു കളയുക. അതിനെ അവിടെ വെക്കാൻ പാടില്ല. രൂപം അറിയാൻ വേണ്ടിയിട്ടുള്ള അത് നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. കാരണം നമുക്ക് അറിയാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചതാണ്. അള്ളാഹ് മറച്ചു വെച്ച കാര്യം നമുക്കൊരിക്കലും എത്രയെല്ലാം പരിശ്രമിച്ചാലും കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതിൽ വിശ്വസിക്കുക, അത് അംഗീകരിക്കുക എന്നതാണ് മുഅ്മിനായ ഒരു അടിമ ചെയ്യേണ്ട കാര്യം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനു മുകളിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്നത് അള്ളാഹു ഏറ്റവും മുകളിലാണ് എന്നതിനുള്ള വ്യക്തമായ തെളിവാണ്. ഖുർആനിലെ 7 ആയത്തുകളിൽ വന്ന കാര്യമാണത്. ഈ ആയത്ത് പറഞ്ഞാൽ നാട്ടിലുള്ള മുബ്തദിഈങ്ങൾ, ബിദ്അത്തുകാർ അവർ പറയും, അതിന്റെ അർത്ഥം അങ്ങനെയല്ല. അള്ളാഹ് ഇസ്തിവാ ചെയ്തു എന്നാൽ അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ചിലപ്പോൾ അവർ അറബിയിൽ പറയും. അവർ പറയും അള്ളാഹു ഇസ്തിവാ ചെയ്തു എന്നാൽ അതിന്റെ അർത്ഥം അള്ളാഹു ഇസ്തീലാ ചെയ്തു എന്നാണ്. എന്താ ഇസ്തീലാ എന്ന് പറഞ്ഞാൽ? ഇസ്തീലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു അധികാരമേറ്റെടുത്തു എന്നാണ്. ഇത് നമ്മുടെ നാട്ടിൽ മദ്രസകൾ പഠിപ്പിക്കുന്ന അർത്ഥം. അള്ളാഹു ഇസ്തിവാ, നമ്മുടെ പള്ളി ദർസുകളിലും മറ്റുമൊക്കെ ജലാലൈനിയാണ് പഠിപ്പിക്കുക, തഫ്സീറിൽ പഠിപ്പിക്കുന്ന കിതാബ്, ഇതിലൊക്കെ പഠിപ്പിക്കുന്ന അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത്. അള്ളാഹു അർശിന് മുകളിൽ ഇസ്തിവാ ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ അതിനർത്ഥം പറയും എന്താണ്? അള്ളാഹു ആകാശഭൂമികളുടെ അധികാരം ഏറ്റെടുത്തു എന്നാണ് അർത്ഥം.
അപ്പൊ തിരിച്ചു വയ്ക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഖലഖസ് സമാവാതി വൽ അർദ് സുമ്മ ഇസ്തവാ അലൽ അർശ്. അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചു, പിന്നീട് അല്ലാഹു അർശിനുമേൽ ഇസ്തിവാ ചെയ്തു എന്നാണല്ലോ ഖുർആനിലുള്ളത്. അപ്പൊ പിന്നെ ഇസ്തിവാ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അർത്ഥപ്രകാരം പിന്നെ അധികാരം ഏറ്റെടുത്തു എന്നായിരിക്കണം. അപ്പൊ അതിന്റെ തൊട്ടു മുന്നേ അധികാരമില്ലേ? അപ്പൊ അള്ളാഹ് അതിന്റെ തൊട്ടു മുന്നേ അധികാരമില്ലേ? ഇത്രയും കാലം അധികാരമില്ലാതെ പിന്നെ അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വന്നതാണോ? നോക്കണം നിങ്ങൾ. അള്ളാഹുവിന്റെ കലാം അത് അവർക്ക് തോന്നിയ വ്യാഖ്യാനങ്ങളിലേക്ക് അവർ പോകുമ്പോൾ എന്തിൽ നിന്നാണ് അവർ ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് അതിനേക്കാൾ വലുതിലേക്കാണ് അവർ പോയി ചാടാൻ. ഈ വിശദീകരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹ്ക്ക് ആകാശഭൂമികൾ പടച്ചതിന് ശേഷം ആദ്യം അധികാരമില്ലായിരുന്നു, പിന്നെയാണ് അധികാരം വന്നതിനാണ്. കാരണം ഖുർആൻ മിക്ക സ്ഥലത്ത് വന്നത് എന്താണ്? സുമ്മ ഇസ്തവാ അലൽ അർശ് എന്നാണ്. പിന്നീട് അവൻ അർശിനു മുകളിൽ ഇസ്തിവാ ചെയ്തു എന്നാണ്. അപ്പൊ പിന്നെ അധികാരം ഏറ്റെടുത്തു എന്നാണ് അർത്ഥമെങ്കിൽ മുന്നേ അധികാരം ഇല്ല എന്ന് പറയേണ്ടി വരും. മുന്നേ അള്ളാഹുവിന് അധികാരമില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം തന്നെ പുറത്തു. നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഏറ്റവും മനസ്സമാധാനമുള്ള അഖീദ സലഫി അഖീദയാണ്. അള്ളാഹ് എന്താണോ പറഞ്ഞത് അത് അതുപോലെ വിശ്വസിക്കാൻ, അതിന് നമ്മുടേതായ വ്യാഖ്യാനങ്ങൾ നൽകാതിരിക്കുക. ഇങ്ങനെ വ്യാഖ്യാനം നൽകിയ ആളുകൾ അവർ മരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ മരണത്തിന്റെ സന്ദർഭം അങ്ങേയറ്റം ഖേദകരമാണ്. ഫഖറുദ്ദീൻ അർ-റാസി, തഫ്സീർ അർ-റാസി എന്ന പേര് പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയ ഫഖറുദ്ദീൻ അർ-റാസി അദ്ദേഹം മരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു വദിത്തു അൻ അകൂന അലാ അഖീദതി അജൂസതി നൈസാബൂർ. നൈസാബൂരിൽ ഞാൻ കണ്ട ഒരു വയസ്സത്തി സ്ത്രീയുണ്ട്, ആ പെണ്ണിന്റെ ഈമാനെങ്കിലും ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ മരിക്കുന്നത്. ഇത് പറഞ്ഞ വാക്കാണ്. അൽ ഖസ്സാലി ഇപ്പൊ കാര്യമായി പ്രചാരണം നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് ഖസ്സാലി. ഖസ്സാലി ഇതേപോലെ മരിക്കുന്ന സന്ദർഭത്തിൽ സഹീഹുൽ ബുഖാരിയുടെ ഒരു വാല്യം അദ്ദേഹം തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇത് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. കാരണം അള്ളാഹുവിന്റെ വിശേഷണങ്ങൾക്ക് വ്യാഖ്യാനം നൽകി ഒരു ബുദ്ധിപരമായ ചോദ്യത്തിന് മറികടക്കാൻ അടുത്ത ബുദ്ധിപരമായ ന്യായം കൊണ്ടുവരും. അത് കൊണ്ടുവരുമ്പോൾ അടുത്ത രണ്ട് പ്രശ്നം വരും. അപ്പൊ അതിനെ മറികടക്കാൻ വീണ്ടും മൂന്നാമതൊരു ന്യായം കൊണ്ടുവരും. ഇങ്ങനെ ചാടി അവസാനം അള്ളാഹിന്റെ ദീനിൽ ഈമാൻ എന്നത് മനസ്സിൽ നിന്ന് നഷ്ടപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് ഏറ്റവും സമാധാനമുള്ള അഖീദ അള്ളാഹ് എന്ത് പറഞ്ഞോ അത് അതുപോലെ അങ്ങ് വിശ്വസിക്കുക, അതിന് നമ്മുടേതായ വ്യാഖ്യാനങ്ങൾ നൽകാതിരിക്കുക. അപ്പൊ അള്ളാഹു മുകളിലാണ് എന്ന് അറിയിക്കുന്ന തെളിവുകളിൽ ഒന്നാണ് അള്ളാഹു അവന്റെ അർശിന് മുകളിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്നത്. ഇൻഷാ അള്ളാഹ് ഇത് പിന്നീട് വിശദീകരിക്കേണ്ട കാര്യമാണ്. നമുക്ക് സന്ദർഭം യോജിച്ചാൽ പിന്നീട് ഒരിക്കൽ വിശദീകരിക്കാം. രണ്ടാമത്തെ തെളിവ് സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഖുർആൻ വായിച്ചാൽ ആവർത്തിച്ച് ലഭിക്കുന്ന തെളിവുകളിൽ ഒന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ പലയിടത്തും പറഞ്ഞതായി കാണാം മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. അതെന്തേ മലക്ക് ഇറങ്ങി വരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തഅറുജുൽ മലായികതു തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. സൂറത്തു അൽ ഖദറിലുള്ള ആയത്താണത്. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞ ആയത്ത്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ മലക്കുകളും റൂഹും, അതായത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അവർ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. മലക്ക് അള്ളാന്റെ ഒപ്പാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അതെന്തേ ഇറങ്ങി വരുന്നത്? എന്തുകൊണ്ടാണ് അള്ളാഹു തനസ്സൽ എന്ന വാക്ക് ഉപയോഗിച്ചത്, വേറൊന്നും ഉപയോഗിക്കാതെ? ഇമാം അദ്ദാരിമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇവരുടെ വിശ്വാസപ്രകാരമായിരുന്നെങ്കിൽ മലക്കങ്ങ് ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചു എന്നാണ് പറയേണ്ടിയിരുന്നത്. കാരണം അതാണ് ഇനി യോജിക്കുക. അള്ളാഹ് എല്ലായിടത്തും ഉണ്ടെങ്കിൽ അള്ളാന്റെ അടുക്കലാണ് മലക്ക്. അപ്പൊ ഭൂമിയിലെല്ലാം എവിടെന്നെങ്കിലൊക്കെ ഇങ്ങനെ മുളച്ചങ്ങ് പൊന്തണം എന്നായിരിക്കണം ഇവരുടെ വിശ്വാസപ്രകാരം പറയേണ്ടി വരിക. സുബ്ഹാനല്ലാഹ്, ഇത് ഏത് മുഅ്മിനും മനസ്സിലാവുന്ന തെളിവാണ്. കഴിഞ്ഞോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മലക്കുകൾ കയറിപ്പോകുന്നതിനെ കുറിച്ചും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. തഅറുജുൽ മലായികതു വർ-റൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. സൂറത്തുൽ മആരിജിൽ ആയത്ത്. മലക്കുകളും റൂഹും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലേക്ക് തഅറുജ് കയറിപ്പോകും.
ഇതിനൊക്കെ ഒരു അർത്ഥം കൊടുക്കണ്ടേ? തഅറുജ് എന്ന് പറഞ്ഞ കയറിപ്പോകുന്നതാണ്. ഇതിനൊക്കെ ചിലപ്പോൾ ബിദ്അത്തുകാർ പറയും ഇതൊന്നും നമ്മൾ അർത്ഥം പറയാൻ പാടില്ല, ഇതൊന്നും അർത്ഥം നമ്മൾ പറയാൻ പാടില്ല എന്ന് പറയും. ആ വാദം ഇതിനേക്കാൾ അപകടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ബിദ്അത്തുകാർ അവരുടെ ബിദ്അത്തിനെ ന്യായീകരിക്കാൻ കൊണ്ടുവരുന്ന എന്തൊരു ന്യായവും ഏതൊന്നിൽ നിന്നാണ് അവർ ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് അതിനേക്കാൾ ഗുരുതരായിരിക്കും. ഇതിനെ അർത്ഥം പറയാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനും അർത്ഥം മനസ്സിലാക്കാൻ പറ്റാത്ത, ഒരാൾക്കും അർത്ഥം കിട്ടാത്ത, ഒരാൾക്കും ഉദ്ദേശം തിരിയാത്ത കുറെ വാക്കുകൾ ഖുർആനിൽ അവതരിപ്പിച്ചു എന്നാണ്. അപ്പൊ ഖുർആനിൽ കുറെ വാക്കുകൾ ഒരു മനുഷ്യന് ഉപകാരമില്ലാതെ വെറുതെ കിടക്കുന്നു പറയേണ്ടി വരും. അപ്പൊ അള്ളാഹുവിന്റെ കലാം ഉപകാരമില്ലാത്തതാണെന്ന് പറയേണ്ടി വരും. അള്ളാഹുവിന്റെ കലാം ഉപകാരമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണ്? നോക്കൂ നിങ്ങൾ, അവർ ബുദ്ധിപരമായി കൊണ്ടുവരുന്ന ഏതൊരു ന്യായം, തൈമിയ്യ റഹിമഹുല്ലാഹ് അത് പലയിടത്തും വിശദീകരിച്ചായി കാണാം. അവർ ബുദ്ധിപരമായി കൊണ്ടുവരുന്ന എന്തൊരു ന്യായവും ബുദ്ധി കൊണ്ട് തന്നെ തകരുന്നതാണ്. സാധാരണ ബുദ്ധി കൊണ്ട് തന്നെ പൊളിയും. അപ്പോൾ ഈ പറഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്, ഇതാ മലക്കുകൾ അവർ അള്ളാഹുവിന്റെ അരികിലേക്ക് കയറിപ്പോകുന്നതാണ്. കഴിഞ്ഞോ? ഇല്ല. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അള്ളാഹു പലയിടത്തും പറഞ്ഞത് എന്താണ്? ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. ഇത് അള്ളാഹുവിന്റെ അരികിൽ നിന്ന് ഇറങ്ങിയതാണ്. തൻസീൽ നസലാണ്, ഇറങ്ങിയതാണ്. ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, അള്ളാഹു ഇറക്കിയതാണിത്. എന്റെ ഇറക്കിയതെന്ന് പറഞ്ഞത് സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ എത്ര തെളിവുകളാണ് ഇതിൽ വെച്ചിട്ടുള്ളതെന്നറിയോ? മാത്രമല്ല ഇമാം അദ്ദാരിമി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം, വൈലക്കും, നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ, ഇജ്മാഉ മിനസ് സഹാബത്തി വത്താബിഈന വജമീഇൽ ഉമ്മത്തി മിൻ തഫ്സീരിൽ ഖുർആൻ വൽ ഫറായിദ് വൽ ഹുദൂദ് വൽ അഹ്കാം نزلت آية كذا في كذا ونزلت سورة كذا في مكان كذا. നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ, സഹാബികളും താബിഈങ്ങളും മുസ്ലിം ഉമ്മത്ത് മുഴുവനും വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ പറയുമ്പോഴും മതനിയമങ്ങൾ വിശദീകരിക്കുമ്പോഴും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ വിശദീകരിക്കുമ്പോഴും അവർ ആവർത്തിച്ചു പറയുന്നു, നസലത് ആയതു കദാ ഫീ കദാ, ഈ ആയത്ത് ഇന്ന വിഷയത്തിൽ ഇറങ്ങിയതാണ്. കണ്ടില്ലേ? നസലത്. ഹദീസിന്റെ കിതാബ് എടുത്തു നോക്കിയാൽ ആവർത്തിച്ച് കാണാം, റസൂൽ തന്നെ പറഞ്ഞു കാണാം, നസലത് ഉൻസിലത് അലയ്യ, എന്റെ മേൽ ഇറക്കപ്പെട്ടിരിക്കുന്നു, ഇന്ന് ഇറങ്ങിയിരിക്കുന്നു. എന്തൊക്കെ ഇറങ്ങി എന്ന് പറയുന്നത്? കലാം അള്ളാഹുവിൽ നിന്നാണ്, സംശയമില്ല. അത് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാം അള്ളാഹു സുബ്ഹാനഹു വ തആല മുകളിലാണ്, അവനിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഏത്? ഖുർആൻ, അള്ളാഹുവിന്റെ കലാം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആല മുകളിലാണ് എന്നതിനുള്ള തെളിവുകളിൽ പെട്ടതാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യം, ഇദ് ഖാല അല്ലാഹു യാ ഈസാ ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വറാഫിഉക ഇലയ്യ, ഈസാ ഞാൻ നിന്നെ എന്നിലേക്ക് ഉയർത്തുന്നതാണ്. സുബ്ഹാനല്ലാഹ്, എന്നിലേക്ക് ഉയർത്തുന്നതെന്താ? മേലേക്ക് കൊണ്ടുപോകാനാണ്. ഈസാ നബി ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് കൊണ്ടുപോയി, അള്ളാഹുവിന്റെ അരികിലേക്ക്. അള്ളാഹു മുകളില, ഇതൊക്കെ തെളിവുകളാണ്. ഇസ്റാ മിഅ്റാജ് അടുത്ത തെളിവ് അതാണ്. ഇസ്റാ മിഅ്റാജ് ആയത്തുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദീസുകളിൽ മുതവാത്തിറായി ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി എങ്ങോട്ടാണ് മിഅ്റാജിൽ പോയത്? മുകളിലേക്കാണ് കയറിപ്പോയത്. നബി പറയാൻ, ഞാൻ 1-ാം ആകാശത്തേക്ക് കയറിപ്പോയി, 2-ാം ആകാശത്തേക്ക് കയറിപ്പോയി, 3-ാം ആകാശത്തേക്ക്, അവസാനത്തെ ആകാശത്തിലെത്തി. അങ്ങനെ അള്ളാഹുവുമായി സംസാരിച്ചു. സുബ്ഹാനല്ലാഹ്. ഈ തെളിവുകളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുകളിലാണ്. മാത്രമല്ല നബിമാർ അവരുടെ സമൂഹത്തെ ദഅവത്ത് നടത്തിയപ്പോൾ അവരെല്ലാം ക്ഷണിച്ചത് മുകളിലുള്ള അള്ളാഹുവിനെയാണ്. നബിമാരുടെ ശത്രുക്കളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ശത്രു ആരാണ്? ഫിർഔനാണ്. മുസ്ലിം ഉമ്മത്തിൽ തന്നെ റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹലിന് വരെ നൽകപ്പെട്ട വിശേഷണം ഫിർഔനു ഹാദിഹിൽ ഉമ്മ എന്നാണ്. ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്നാണ്. അങ്ങനെ മാതൃകയായി പറയപ്പെട്ട കടുത്ത നിഷേധിയാണ് ഫിർഔൻ. മാതൃക എന്നാണ് നിഷേധത്തിലെ മാതൃക.
തെമ്മാടിത്തരത്തിലൊരു മാതൃക. ആ ഫിർഔനിന്റെ ചരിത്രം അല്ലാഹു വിശദീകരിച്ചപ്പോൾ ഫിർഔൻ തന്റെ മന്ത്രിയായ ഹാമാനോട് പറഞ്ഞതായി അല്ലാഹു പറയാൻ, വഖാല ഫിർഔനു യാ ഹാമാൻ ഇബ്നു ലീ സർഹ ലഅല്ലി അബ്ലുഗു അസ്ബാബ് അസ്സമാവാതി ഫഅത്തലിഅ ഇലാ ഇലാഹി മൂസ. ഫിർഔൻ തന്റെ മന്ത്രിയായ ഹാമാനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഹാമാൻ ഇബ്നു ലീ സർഹ, ഹാമാനെ നീ എനിക്ക് വേണ്ടി ഒരു കോടി ഉണ്ടാക്കുക, ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കുക. ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ്, ഞാനിതാ മുകളിലേക്ക് കയറിപ്പോകട്ടെ. അസ്ബാബ് അസ്സമാവാതി, ആകാശത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയതിനു ശേഷം ഫഅത്തലിഅ ഇലാ ഇലാഹി മൂസ, മൂസയുടെ റബ്ബിനെ ഞാനൊന്ന് കാണട്ടെ. നോക്കൂ നിങ്ങൾ, ഫിർഔനിന് തിരിഞ്ഞിട്ടുണ്ട്. മൂസ പറയുന്ന അള്ളാഹു മുകളിലാണ്. എന്നിട്ടും മുസ്ലിം ഉമ്മത്തിലുള്ള ആൾക്കാർക്ക്, ഖുർആൻ ഓതുന്ന ആൾക്കാർക്ക് തിരിഞ്ഞിട്ടില്ല, ഖുർആൻ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് തിരിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുകളിലാണ് എന്ന അഖീദ അതിനെ നിഷേധിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. അതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ നിഷേധം, അള്ളാഹുവിലുള്ള ഈമാനിലുള്ള കുറവ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അലിയാണ് എന്ന അഖീദ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. നോക്കൂ നിങ്ങൾ, നിസ്കാരത്തിലെ ഏറ്റവും മഹത്തരമായ രൂപം സുജൂദിന്റെ രൂപമാണ്. നിസ്കാരത്തിലെ ഏറ്റവും മഹത്തരമായ രൂപം സുജൂദിന്റെ രൂപമാണ്. നിസ്കാരത്തിലെ ഏറ്റവും മഹത്തരമായ ദിക്ർ ഏതാണ്? ഫാത്തിഹയാണ്. ഏറ്റവും മഹത്തരമായ രൂപം ഏതാണ്? സുജൂദാണ്. അങ്ങനെയാണ് അതിനെ വേർതിരിച്ചിട്ടുള്ളത്. നിസ്കാരത്തിലെ ഏറ്റവും മഹത്തരമായ ദിക്ർ ഫാത്തിഹയുടെ സന്ദർഭമാണ്. കാരണം അത് ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്താണ്. നിസ്കാരത്തിലെ ഏറ്റവും മഹത്തരമായ രൂപം ഏതാണ്? സുജൂദിന്റെ രൂപമാണ്. എന്താണ് സുജൂദിന്റെ രൂപം? സുജൂദിന്റെ രൂപത്തിൽ ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അവയവം ഭൂമിയിലെ തറയിൽ അവൻ പതിപ്പിക്കുകയാണ്. ഇനി അതിനൊക്കെ അവൻ താഴാനില്ല. അവന്റെ മുഖമാണ് അവന്റെ ശരീരത്തിലെ ഏറ്റവും അഷ്റഫായ, ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ഖാതല അഹദുക്കും അഖാ ഫൽയജ്തനിബിൽ വജ്ഹ്, നിങ്ങൾ ആരെങ്കിലും ഒരാളുമായി അടിപിടി കൂടിയാൽ അല്ലെങ്കിൽ യുദ്ധത്തിലേർപ്പെട്ടാൽ എന്ന് തന്നെ ചിലർ പറഞ്ഞതായി കാണാം, മുഖത്ത് ഉപദ്രവിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം. മുഖം ഒരു മനുഷ്യന്റെ അവയവങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന സ്ഥാനമാണ്. മുഖത്തടിക്കാൻ പാടില്ല, ഒരാളെയും മുഖത്തടിക്കാൻ പാടില്ല. ആ മുഖം അവന്റെ ശരീരത്തിലെ ഏറ്റവും മഹത്തരമായ അവയവം. അവൻ ആളുകൾ ചവിട്ടി നടക്കുന്ന ഭൂമിയിൽ അവിടെ തലവെച്ചിരിക്കുകയാണ്. എന്താണ് എന്നിട്ട് അവൻ പറയുന്നത്? സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബി അൽ അഅല, ഏറ്റവും ഉന്നതനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, എന്റെ റബ്ബ് അവൻ പരിശുദ്ധനായിരിക്കുന്നു. മുഫസ്സിറുകൾ വിശദീകരിച്ചതായി കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഒരു മനുഷ്യന്റെ വിനയം ഏറ്റവും വർദ്ധിപ്പിക്കുന്ന വിജ്ഞാനങ്ങളിലൊന്നാണ് അല്ലാഹു എല്ലാത്തിനും മുകളിലുള്ളവനാണ് എന്ന വിജ്ഞാനം. ഏറ്റവും മുകളിലുള്ളവനായ റബ്ബ് സുബ്ഹാനഹു വ തആല, അവനെക്കുറിച്ചുള്ള ചിന്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്റെ മുകളിലുണ്ട് എന്ന ബോധ്യം ഒരു മനുഷ്യനെ അവന്റെ ഹൃദയത്തിൽ വിനയം സൃഷ്ടിക്കാൻ പര്യാപ്തമായ വിശ്വാസമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൽ ഏതൊരു സന്ദർഭത്തിലും മനുഷ്യൻ ഉയരത്തിലേക്ക് കയറിയാൽ എന്താ പറയേണ്ടത്? അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവനായിട്ടുള്ളവൻ. അഹങ്കാരത്തിന്റെ ഒരു കണിക, ഒരു മിസ്കാൽ ദർറ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നബി എന്താ പറഞ്ഞത്? ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ഹബ്ബത്തിൻ മിൻ കിബർ, ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം കിബറുള്ളവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാൻ. അല്ലാഹു അലിയാണ് എന്ന ഈ വിജ്ഞാനം അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നൽകുന്ന ഏറ്റവും വലിയ ബോധ്യം ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭർത്താക്കന്മാർ അവർക്ക് ഉപദേശം നൽകിയപ്പോൾ ഈ നാമം എടുത്തു പറഞ്ഞിട്ടുണ്ട്.
അല്ലാഹു പറയാൻ അർറിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ അവർ സ്ത്രീകൾക്ക് മുകളിൽ അധികാരമുള്ളവരാണ്. ഭർത്താക്കന്മാർ, അതുപോലെ പിതാക്കന്മാർ, അതുപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള ആളുകൾ അവർക്ക് സ്ത്രീകളുടെ മുകളിൽ അധികാരമുണ്ട്. അർറിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദല അല്ലാഹു ബഅദുഹും അലാ ബഅദ്, അവരിൽ ചിലർക്ക് അല്ലാഹു മറ്റു ചിലരെക്കാൾ പദവികൾ നൽകിയത് കാരണത്താലാണത്. ആ ആയത്ത് അല്ലാഹു വിശദീകരിച്ചതിന് ശേഷം സ്ത്രീകളിൽ, ഭാര്യമാരിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ കണ്ടെത്തിയാൽ അവരെ നിങ്ങൾ ഉപദേശിക്കണം, അവരെ നിങ്ങൾ നന്നാക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവരെ അടിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചത് ഇപ്രകാരമാണ്: ഇന്നല്ലാഹ കാന അലിയൻ കബീറ. അല്ലാഹ് അലിയാണ്, അത് നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ താഴെയാണ് നിങ്ങളുടെ ഭാര്യ, നിങ്ങൾക്ക് മുകളിൽ അല്ലാഹ് ഉണ്ട്. നിങ്ങളുടെ താഴെയാണ് നിങ്ങളുടെ ഭാര്യ, അവളോട് നിങ്ങൾ അനീതി പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട് എന്നാണ്. وهذا والله تعالى أعلم بالصواب وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.